ആരാധന ലീഡ് ചെയ്യുവാൻ കർത്താവിന്റെ ദാസനെയും കുടുംബത്തെയും ദൈവം ബലപ്പെടുത്തിയതിനായി ദൈവത്തെ സ്തുതിക്കുന്ന സ്തോത്രം ചെയ്യുന്നു. आज आराधना करने के लिए परमेश्वर ने पासवान को उनके परिवार को सहायता किया, इस परमेश्वर को धन्यवाद देता हूँ। ആമേൻ. വലിയൊരു ദൈവിക സാന്നിധ്യം നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. बहुत बड़ा एक परमेश्वर का चरण हम अनुभव कर रहे थे। ആമേൻ. ദൈവത്തിന്റെ ആത്മാവ് അതിശക്തമായി നമ്മോട് ഇടപെട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. परमेश्वर की आत्मा हमसे कार्य कर रही थी। സ്തുതിയും ബഹുമാനവും ആരാധനയും സ്വീകരിപ്പാൻ യോഗ്യനായ ദൈവം, स्तुति, आराधना और आदर योग्य प्राप्त करने वाले योग्य परमेश्वर, ആ ദൈവസന്നിധിയിലേക്കാണ് ഇന്ന് പകൽക്കാലം നാം കടന്നു വന്നിരിക്കുന്നത്. उस परमेश्वर के चरणों में आज हम आए हैं। അപ്പോൾ ആ ദൈവത്തിൽ നിന്ന് എന്തെങ്കിലും പ്രാപിക്കുവാനുള്ള ഒരുക്കത്തോടുകൂടെ നമുക്ക് ദൈവസന്നിധിയിൽ, ऐसा है तो उस परमेश्वर से कुछ प्राप्त करने की उस तैयारी से हमें रहना है, കാരണം നമ്മെ അനുഗ്രഹിക്കാമെന്ന് വാഗ്ദത്തം ചെയ്ത ദൈവം, क्योंकि हमें अनुग्रह करने का वायदा किया हुआ परमेश्वर है। മാത്രമല്ല വചനം പറയുന്ന സ്വർഗത്തിലെ സകല ആത്മീക അനുഗ്രഹങ്ങളാലും നമ്മെ അനുഗ്രഹിച്ച ദൈവം. वही नहीं, परमेश्वर ने वायदा किया है कि स्वर्ग के सभी आशीषों से भरेंगे करके ആമേൻ. വെറുതെയാ. भर दिया है। ആമേൻ. പ്രൈസ് ദി ലോർഡ്. അപ്പൊ യേശു ക്രിസ്തു സകല അനുഗ്രഹങ്ങളും നമുക്ക് നൽകി തന്നു എന്നാണ് വചനം പറയുന്നത്. तो यीशु वचन कहता है यीशु मसीह ने सारे अनुग्रह दे दिया है, അപ്പൊ നമ്മളത് വിശ്വാസത്താൽ പ്രാപിക്കുന്നവരായി തീരും. तो हमें विश्वास से वो प्राप्त करना चाहिए। അത് പ്രാപിക്കുവാൻ നമ്മുടെ ജീവിതത്തിൽ ഒരു ഒരുക്കം ആവശ്യമാണ്. वो प्राप्त करने के लिए हमारे जीवन में एक तैयारी की जरूरत है। നമ്മൾ ഒരുക്കത്തോടുകൂടെ ആയിരുന്നാൽ ദൈവം നമുക്ക് വേണ്ടി പ്രവർത്തിക്കും. हम तैयारी के साथ रहेंगे तो परमेश्वर काम करने के लिए काम कर सकते हैं। അതുകൊണ്ട് ദാവീദ് പറഞ്ഞത്, കർത്താവേ ഞാൻ നിനക്കായി ഒരുക്കി കാത്തിരിക്കും. इसलिए दावीद ने कहा, परमेश्वर मैं आपके तैयार होकर बैठा हूँ। ആ ദൈവത്തിൽ നിന്ന് പ്രാപിക്കുവാനുള്ള ഒരുക്കത്തോടുകൂടെ ആയിരിക്കുമ്പോൾ ദൈവം നമുക്കത് പകർന്നു തരും. परमेश्वर से प्राप्त करने की उस तैयारी से रहेंगे तो परमेश्वर हमें देंगे। ഇന്ന് പകൽക്കാലവും ദൈവത്തിന് എന്തെങ്കിലും പ്രാപിക്കണമെന്നുള്ള ഒരുക്കത്തോടുകൂടെ നമുക്കായിരിക്കും. आज सुबह भी हम परमेश्वर से कुछ प्राप्त करने की उस तैयारी से ആ बैठेंगे। ഒരുക്കത്തോടെ ഇരിക്കുന്നവരെ തൃപ്തിപ്പെടുത്തുന്ന ദൈവമാണ് നമ്മുടെ ദൈവം. वो तैयारी से बैठने वालों को तृप्त करने वाला परमेश्वर है हमारा परमेश्वर। നമ്മൾ ആത്മാവിൽ നിറഞ്ഞ് ആരാധിപ്പാൻ ദൈവം കൃപ ചെയ്തു. आत्मा में हमें आराधना करने के लिए परमेश्वर ने अनुग्रह किया। കർത്താവിന്റെ ദാസനെയും കുടുംബത്തെയും ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. उनके दास को, उनके परिवार को परमेश्वर आशीष दे। നാം അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്, നിത്യം പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കാം. हम उनके लिए प्रार्थना कर रहे हैं, हम प्रार्थना करते भी रहेंगे। ഇന്ന് പകൽക്കാലം കടന്നു വന്ന എല്ലാവർക്കും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നേഹവന്ദനം. आए हुए सभी लोगों को प्रभु यीशु मसीह के नाम से प्रेम भरा सलाम। ശ്രേഷ്ഠന്മാരായ കർത്താവിന്റെ ദാസന്മാർ നമ്മുടെ മധ്യയുണ്ട്. श्रेष्ठ परमेश्वर के दास हमारे बीच में हैं, അവർക്കും യേശുക്രിസ്തുവിന്റെ നാമത്തിലുള്ള സ്നേഹവന്ദനം. उनको भी जो है प्रेम भरा सलाम। ആമേൻ. ദൈവം ഇന്ന് പകൽക്കാലം എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. परमेश्वर सभी लोगों को आशीष दे। ആമേൻ. ഇന്ന് പകൽക്കാലം നമുക്ക് ഉണർവോടുകൂടെ ദൈവസന്നിധിയിലായിരിക്കാം. आज सुबह के समय हम परमेश्वर के चरणों में एकदम जागते हुए रहेंगे, പ്രാർത്ഥനയോടുകൂടി ആയിരിക്കും. प्रार्थना के साथ रहेंगे, കാരണം നമ്മുടെ ദൈവം പ്രാർത്ഥന കേൾക്കുന്ന ദൈവം. क्योंकि हमारा परमेश्वर प्रार्थना सुनने वाला परमेश्वर है। പ്രാർത്ഥന കേട്ട് നമുക്ക് ഉത്തരം നൽകുന്ന ദൈവം. प्रार्थना सुनकर हमें उत्तर देने वाला परमेश्वर है। നാം ദൈവത്തോട് പ്രാർത്ഥിക്കുവാനുള്ള കാരണം, हम परमेश्वर से प्रार्थना करने का कारण, നാം പ്രാർത്ഥിക്കുന്ന ഓരോ വിഷയത്തിനും ദൈവം നമുക്ക് മറുപടി നൽകുന്നുണ്ട്. हम प्रार्थना करने वाले हर एक विषय के लिए परमेश्वर हमें जवाब देते हैं। കഴിഞ്ഞ ദിവസവും ആമേൻ വൈകിട്ടുള്ള മീറ്റിംഗിൽ പലരും വന്ന് സാക്ഷ്യം പറയാനിടയായി. पिछले दिन में भी कई लोगों ने जो है गवाही दिए थे। ആമേൻ. ദൈവം ഞങ്ങളുടെ ജീവിതത്തിൽ പ്രവർത്തിക്കുന്നുണ്ട്. परमेश्वर हमारे जीवन में काम कर रहे हैं। ഓരോ ദിവസവും ദൈവത്തിന്റെ പ്രവൃത്തി ഞങ്ങൾക്ക് അനുഭവിച്ചറിയാൻ കഴിയുന്നു. हर एक दिन परमेश्वर का जो काम है हम अनुभव कर पा रहे हैं। എന്ന് പറഞ്ഞാൽ ആമേൻ പ്രതികൂലങ്ങളും പ്രതിസന്ധികളും ജീവിതത്തിലേക്ക് കടന്നു വരുന്നുണ്ട്. मतलब जो है जीवन में कई सारे मुसीबत और समस्या आते हैं, എന്നാൽ അവയിൽ നിന്നെല്ലാത്തുനിന്നും ദൈവം നമുക്ക് വിടുതൽ നൽകിക്കൊണ്ടിരിക്കുന്നു. परंतु सभी से परमेश्वर हमें छुटकारा भी देते आ रहे हैं, കാരണം വാഗ്ദത്തം ചെയ്ത ദൈവം വിശ്വസ്തൻ. क्योंकि वायदा करने वाला परमेश्वर विश्वस्त है। ഇമ്മാനുവേലായി നമ്മോട് കൂടെയുണ്ട്. इम्मानुएल होकर हमारे साथ रहता है, അപ്പോ എപ്പോഴും കൂടെ ഇരിക്കാമെന്ന് വാക്ക് പറഞ്ഞ ദൈവമാണ്. तो हमेशा साथ रहेंगे करके वायदा किया परमेश्वर है। ആ ദൈവത്തിൽ നിന്നും പ്രാപിക്കുവാനുള്ള നമ്മുടെ ഒരുക്കമാണ് നമ്മുടെ ജീവിതത്തിലെ മുന്നേറാൻ കഴിയുന്നത്. वो परमेश्वर से प्राप्त करने की तैयारी है जो हमें अपने जीवन में आगे बढ़ाता है। മാത്രമല്ല നമ്മൾ പ്രാർത്ഥിക്കുന്ന വിഷയങ്ങൾ അത് എങ്ങനെയുള്ളതെന്നും കൂടെ നമ്മൾ ശ്രദ്ധിക്കാം. सिर्फ वही नहीं, हम जो प्रार्थना कर रहे विषय वो किस प्रकार है वो भी हमें जानना चाहिए। നമ്മൾ ദൈവത്തോട് പ്രാർത്ഥിക്കാറുണ്ട്. हम परमेश्वर से प्रार्थना करते हैं, ചില വിഷയങ്ങൾ നമുക്ക് ലഭിക്കുന്നു, कुछ बातों में हमें मिलता है, ചില വിഷയങ്ങൾ ലഭിക്കാതെ വരുമ്പോൾ कुछ बातें में नहीं मिलने के നമ്മൾ समय ഇങ്ങനെ പറയാറുണ്ട്, हम ऐसे बोलते हैं അത് ദൈവഹിതമല്ലായിരിക്കാം. वो परमेश्वर का इच्छा नहीं होगा, അതിൽ നമുക്ക് ഉറപ്പില്ല. उसमें हमें जो है स्थिर नहीं है, എന്നാലും നമ്മൾ പറയുന്നു ദൈവഹിതമല്ലായിരിക്കാം. लेकिन फिर भी हम कहते हैं कि परमेश्वर का इच्छा नहीं होगा। അങ്ങനെയെങ്കിൽ നമ്മൾ ഏതെല്ലാം വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം? वैसा है तो हम किस
किस चीजों के लिए प्रार्थना करना चाहिए? ഏതെല്ലാം വിഷയങ്ങൾക്ക് വേണ്ടിയാണ് പ്രാർത്ഥിക്കേണ്ടത്? हम किस चीजों के लिए प्रार्थना करना चाहिए? ഏതെല്ലാം വിഷയമാണ് ദൈവത്തിന് ഹിതമുള്ളതെന്നും കൂടെ നമ്മൾ അറിയാം. कौन सी बात है जिसको परमेश्वर की इच्छा है करके भी हमें जानना चाहिए. കാരണം ദൈവത്തിന്റെ ഹിതത്തിനനുസരിച്ച് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ അതിന് മറുപടി ലഭിക്കുന്നു. क्योंकि परमेश्वर की इच्छा के अनुसार हम प्रार्थना करने के समय उसका जवाब मिलता है. അപ്പോ ഹിതമില്ലാത്ത വിഷയങ്ങൾക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കേണ്ട ആവശ്യമില്ല. तो इच्छा नहीं है तो उस विषय के लिए हम प्रार्थना करने की जरूरत भी नहीं है. ദൈവത്തിന്റെ ഹിതം അറിഞ്ഞ് പ്രാർത്ഥിച്ചാൽ അതിന് മറുപടി ഉണ്ടെങ്കിൽ, परमेश्वर की इच्छा को जानकर उसके लिए प्रार्थना करेंगे तो उसके जवाब है. तो പിന്നെ ദൈവത്തിന് ഹിതമില്ലാത്ത വിഷയത്തിന് വേണ്ടി എന്തിനാ നമ്മൾ സമയം വ്യർത്ഥമാക്കുന്നത്? परमेश्वर की इच्छा नहीं तो उन बातों के लिए प्रार्थना करके क्यों अपना समय को व्यर्थ करने की? എങ്കിലും നമ്മൾ പ്രാർത്ഥിക്കാറുണ്ട്. फिर भी हम प्रार्थना करते हैं. എങ്ങനെയാ ദൈവത്തിന്റെ ഹിതം അറിയുന്നത്? कैसे परमेश्वर की इच्छा को जानेंगे? പൗലോസ് പറയുന്നു, മനസ്സ് പുതുക്കി രൂപാന്തരം പ്രാപിക്കണം. पौलुस कहता है कि मन को तैयार जो है नया बनाकर तैयार करना. മനസ്സ് പുതുക്കിയിട്ട് രൂപാന്തരം പ്രാപിക്കണം. मन को नया करके रूपांतर होना है. അപ്പോൾ ദൈവത്തിന്റെ ഹിതം തിരിച്ചറിയാൻ കഴിയും. तब परमेश्वर की इच्छा जान पाओगे. മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുമ്പോൾ ദൈവഹിതം തിരിച്ചറിയാൻ കഴിയുമെങ്കിൽ, अगर मन को नया करके रूपांतर होने से परमेश्वर की इच्छा पता चलेगा तो അപ്പോ ദൈവത്തിന്റെ ഹിതം മനസ്സിലാക്കി നമ്മൾ പ്രാർത്ഥിച്ചാൽ മതി. हमें परमेश्वर की इच्छा को जानकर हमें उसके अनुसार प्रार्थना करना है. ആ പ്രാർത്ഥനയിൽ നിശ്ചയമായി മറുപടിയുണ്ട്. और उस प्रार्थना में निश्चय जो है अनुग्रह है. ദൈവം അതാണ് നമ്മിൽ നിന്നും ആഗ്രഹിക്കുന്നത്. परमेश्वर वही हमारे द्वारा चाहते हैं. ഏതെല്ലാം വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, क्या बातों के लिए प्रार्थना करना है, നമ്മൾ എങ്ങനെ പ്രാർത്ഥിക്കണം, हम कैसे प्रार्थना करना है, എപ്പോൾ പ്രാർത്ഥിക്കണം, कभी प्रार्थना करना है. അങ്ങനെ ഒത്തിരി കാര്യങ്ങളുണ്ട്. ऐसे बहुत सारी बातें हैं. എന്നാൽ ആമേൻ പ്രാർത്ഥിക്കുന്നതെല്ലാം ദൈവഹിതം തിരിച്ചറിഞ്ഞ് വേണം പ്രാർത്ഥിക്കാൻ. परंतु प्रार्थना करने का सब जो है परमेश्वर की इच्छा जानकर प्रार्थना करना है. കാരണം നമ്മൾ ചിന്തിക്കുന്നത് ദൈവം നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകി, क्योंकि हम सोचते हैं कि परमेश्वर हमारे प्रार्थना का उत्तर दे दिए, അല്ലെങ്കിൽ ദൈവം നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകുന്നു. या फिर परमेश्वर हमारे प्रार्थना का उत्तर दे रहे हैं. കഴിഞ്ഞ ദിവസം നമ്മൾ ചിന്തിച്ചതും അതാണ്. पिछले दिनों भी हमने यही सोचा था. ദൈവത്തോട് അപേക്ഷിക്കുന്നത് ദൈവം നമുക്ക് നൽകി തരും. परमेश्वर से जो अपेक्षा करते हैं परमेश्वर देंगे. നിന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി ഉത്തരം കിട്ടും. तुम्हारे प्रार्थना का जवाब तुम्हें मिलेगा. നിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടാത്ത ഒരു പ്രാർത്ഥനയില്ല. तुम्हारे प्रार्थना को जवाब नहीं मिलने वाला ऐसा प्रार्थना नहीं है. നിന്റെ എല്ലാ പ്രാർത്ഥനയ്ക്കും മറുപടിയുണ്ട്. तुम्हारे सारे प्रार्थना को जवाब है. നാം ദൈവസേനയിൽ കഴിക്കുന്ന ഓരോ പ്രാർത്ഥനയ്ക്കും അതിൻ്റെതായ മറുപടി ദൈവം നൽകുന്നുണ്ട്. हम परमेश्वर के चरणों में देने वाले हर एक प्रार्थना का उसके अनुसार उत्तर भी है. അതിന്റെ ഉത്തരം 3 രീതിയിലാണ് ലഭിക്കുന്നത്. उसका उत्तर 3 तरीके से मिलता है. ഒന്ന് ഉടനടി ലഭിക്കുന്നു, एक तुरंत मिल जाता है, ഒന്ന് അല്പം വെയിറ്റ് ചെയ്യാൻ പറയുന്നു, दूसरा तुम्हें थोड़ा इंतजार करने बोलते അപ്പോ हैं, മൂന്നാമത്തെ ഒരു വിഷയം ചിലപ്പോൾ ലഭിക്കത്തില്ല. तीसरा है कभी हम नहीं प्राप्त അതിപ്പോ നമ്മൾ പ്രാപിക്കാനുള്ളതല്ല. वो हो सकता है हम अभी प्राप्त करने का नहीं होगा. എന്നാൽ ദൈവത്തിന്റെ വചനം പറയുന്നു, लेकिन परमेश्वर का वचन कहता है. നമുക്കൊരു വാക്യം വായിക്കാം. आइए वचन पढ़ते हैं. യോഹന്നാന്റെ സുവിശേഷം यूहन्ना का किताब അതിന്റെ 14-ാം അധ്യായം उसका 14 अध्याय 13-14 വാക്യം. उसका 13 और 14 आयत. യോഹന്നാന്റെ സുവിശേഷം यूहन्ना അതിന്റെ 14-ാം അധ്യായം 14 अध्याय 13-14 വാക്യം. उसका 13 और 14 आयत. അവിടെ ആമേൻ യേശു ക്രിസ്തു എന്താ പറയുന്നത് നമുക്കൊന്ന് നോക്കാം. वहाँ पे यीशु मसीह क्या कहते हैं हम देखते हैं. और जो कुछ तुम मेरे नाम से मांगोगे वही मैं करूंगा कि पुत्र के द्वारा पिता की महिमा हो. यदि तुम मुझसे मेरे नाम से कुछ मांगोगे तो मैं उसे करूंगा. ആമേൻ. ഇവിടെ വായിക്കുന്നത് ഓക്കെ, നിങ്ങൾ എന്റെ നാമത്തിൽ എന്നോട് അപേക്ഷിക്കുന്നതൊക്കെയും ഞാൻ ചെയ്തു തരും. നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ എന്റെ കൽപ്പനകളെ കാത്തുകൊള്ളൂ. ഇവിടെ 2 കാര്യം കാണാൻ കഴിയും. यहाँ पे 2 बातें हम देख सकते हैं. ആമേൻ. നിങ്ങൾ എന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നതൊക്കെയും പിതാവ് പുത്രനിൽ മഹത്വപ്പെടേണ്ടതിന് ഞാൻ ചെയ്തു തരും. जो कुछ तुम मेरे नाम से मांगोगे वही मैं करूंगा कि पुत्र के द्वारा पिता की महिमा हो. അപ്പോ പുത്രന്റെ നാമത്തിന്റെ മഹത്വത്തിന് വേണ്ടിയാണ് ദൈവം നൽകുന്നത്. तो पुत्र के द्वारा पिता के नाम की महिमा होने के लिए वो हो रहा है. അപ്പൊ നമ്മൾ പ്രാർത്ഥിക്കുന്ന വിഷയം ദൈവനാമ മഹത്വത്തിന് വേണ്ടിയായിരിക്കും. तो हम जो प्रार्थना करने का विषय है वो परमेश्वर के नाम की महिमा के लिए होना चाहिए. അങ്ങനെയാണോ നമ്മൾ പ്രാർത്ഥിക്കുന്നത്? क्या वैसे हम प्रार्थना कर रहे हैं? ദൈവനാമത്തിന്റെ മഹത്വത്തിന് വേണ്ടിയാണോ? क्या परमेश्वर के नाम की महिमा के लिए है? क्या പലപ്പോഴും ദൈവനാമ മഹത്വത്തിന് വേണ്ടി എന്ന് പറഞ്ഞ് നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ട്. कई बार हम परमेश्वर के नाम की महिमा के लिए करके बोल के हम प्रार्थना करते हैं. അവിടെയും നമ്മുടെ മഹത്വം
മഹത്വമല്ലേ तो ആഗ്രഹിക്കുന്നത്? वहां पर भी हमारा महिमा हम चाहते हैं ना। ഞാനൊരു വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ मैं एक व्यक्ति के लिए प्रार्थना करने के समय ആ വ്യക്തിക്ക് സൗഖ്യം ലഭിച്ചാൽ उस व्यक्ति को जो है आशीष मिलने के समय അപ്പൊ ആ വ്യക്തി എന്റെ പേരെടുത്ത് പറഞ്ഞില്ല എങ്കിൽ എനിക്ക് വിഷമമുണ്ടാവും. वो व्यक्ति लेकिन अगर मेरा नाम लेके नहीं बोलेगा तो मुझे दुखी होगा। അതല്ലേ നമ്മുടെ സ്വഭാവം. वैसे है ना हमारा स्वभाव। ഞാൻ ഇത്ര പ്രാർത്ഥിച്ചിട്ട് എന്റെ പേര് പറഞ്ഞില്ല, मैंने इतना प्रार्थना किया फिर मेरा नाम नहीं था, ഞാൻ പ്രാർത്ഥിച്ചെന്ന് പറഞ്ഞില്ല, मैंने प्रार्थना किया करके नहीं बोला, അങ്ങനെയാണോ? ऐसा है क्या? എന്നാൽ അവിടെ നമ്മുടെ നാമം മഹത്വം എടുക്കുന്നത്. तो फिर वहां पे हमारा नाम की महिमा होता है। കാരണം ഞാൻ പ്രാർത്ഥിച്ചു ശരിയാ, मैंने प्रार्थना किया सही है, പ്രവർത്തിച്ചത് ദൈവമാ. लेकिन काम क्या परमेश्वर है। അതുകൊണ്ടാ പൗലോസ് പറഞ്ഞത്, इसलिए पौलुस कहता है നടുന്നവനും നനയ്ക്കുന്നവനും ഏതുമില്ല, जो है बोने वाला और पानी डालने वाला नहीं, വളരുമാറാക്കുന്നവനാണ് എല്ലാം. वो बढ़ाने वाला सब कुछ है। അപ്പൊ അത് ചെയ്യുന്നത് ദൈവമാണ്. तो वो करने वाला यीशु मसीह അപ്പൊ है। മഹത്വം ദൈവത്തിന് കൊടുക്കണം. तो हमें वो सारा आदर परमेश्वर को देना। എന്നാൽ പലപ്പോഴും നമ്മുടെ പ്രാർത്ഥന लेकिन कई बार हमारा प्रार्थना നമ്മുടെ പേര് ഒന്ന് വെളിപ്പെടണം. हमारा नाम थोड़ा प्रकट होना चाहिए। അത് പഴയ നിയമത്തിന്റെ ഭക്തന്മാരുടെ പ്രാർത്ഥനയാണ്. वो पुराने नियम के भक्तों का प्रार्थना है। ആ ഭക്തന്മാരെന്നല്ല, പരീശന്മാരുടെയും ശാസ്ത്രിമാരുടെയും പ്രാർത്ഥനയാണ്. उससे भक्त नहीं, फरीसी और शास्त्रियों का प्रार्थना है। അവരുടെ മഹത്വമാണ് അവർ വെളിപ്പെടുത്താൻ ആഗ്രഹിക്കുന്നത്. उनका महिमा ही वो प्रकट करना चाहते हैं। യേശു പറഞ്ഞു അവർ തെരുവുകളിലും പബ്ലിക് സ്ഥലങ്ങളിൽ നിന്ന് പ്രാർത്ഥിക്കും. यीशु मसीह ने कहा कि वो जो है रास्ते में और जो है खड़े के प्रार्थना करते हैं, അവിടെ നിന്ന് കൈ ഉയർത്തി ഭയങ്കര ശബ്ദത്തിൽ പ്രാർത്ഥിക്കും. वहां पे हाथ उठाकर बहुत शब्दों से प्रार्थना करते हैं। അവർ വിചാരിക്കുന്നത് ഇങ്ങനെ പ്രാർത്ഥിച്ചാൽ ദൈവം കേൾക്കും. उनको लगता है ऐसे प्रार्थना करेंगे तो परमेश्वर सुनेंगे। മറ്റുള്ളവർ വിചാരിക്കും ഞാൻ നല്ല പ്രാർത്ഥനക്കാരനാണ്, दूसरे सोचेंगे मैं बहुत अच्छा प्रार्थना करने वाला ഞാൻ നല്ല പ്രാർത്ഥനക്കാരിയാണ്. अच्छा प्रार्थना करने वाली है। അവരുടെ മഹത്വത്തിന് വേണ്ടി അവർ ചെയ്യുന്നതാണ്. उनका महिमा के लिए वे कर रहे हैं। പക്ഷെ ദൈവവചനം പറയുന്നത് परंतु परमेश्वर का वचन कहता है ദൈവനാമത്തിന്റെ മഹത്വത്തിനായിരിക്കണം നമ്മുടെ പ്രാർത്ഥന. परमेश्वर के नाम की महिमा के लिए हमारा प्रार्थना होना അപ്പൊ चाहिए। ദൈവനാമത്തിന്റെ മഹത്വത്തിന് പ്രാർത്ഥിക്കണമെങ്കിൽ परमेश्वर के नाम की महिमा के लिए प्रार्थना करना है। ഇവിടെ പറയുന്നു നിങ്ങൾ എന്റെ നാമത്തിൽ എന്നോട് അപേക്ഷിക്കുന്നതൊക്കെയും ഞാൻ ചെയ്തു തരും. तो आज बोला है कि तुम मेरे नाम से जो कुछ भी अपेक्षा करते हो मैं करूंगा। ആ ദൈവനാമ മഹത്വത്തിന് വേണ്ടി നമ്മൾ ചെയ്യുമ്പോൾ वो परमेश्वर के नाम की महिमा के लिए हम करने के समय നമ്മുടെ മഹത്വമല്ല, हमारी महिमा नहीं, ദൈവത്തിന്റെ മഹത്വം. परमेश्वर की महिमा। ദൈവത്തിന്റെ മഹത്വമാണെങ്കിൽ എങ്ങനെ പ്രാർത്ഥിക്കും? परमेश्वर की महिमा तो कैसे प्रार्थना करना चाहिए? ഞാൻ കഴിഞ്ഞ ദിവസം ഈ വിഷയത്തെ കുറിച്ചൊന്ന് ചിന്തിക്കാനിടയായി. हमने पिछले दिनों में इस विषय के बारे में सोचा था। നമ്മളെല്ലാം നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. हम सभी लोग हमारे लिए प्रार्थना करते हैं, നമ്മുടെ കുടുംബത്തിന് വേണ്ടി, हमारे परिवार के നമ്മുടെ लिए, തലമുറയ്ക്ക് വേണ്ടി, हमारे पीढ़ी के लिए, നമ്മുടെ ഭാവിയെ കുറിച്ച് हमारे भविष्य के लिए ഒത്തിരി സമയം പ്രാർത്ഥിക്കും. बहुत समय प्रार्थना करते हैं। മറ്റുള്ളവരുടെ വിഷയം കുറഞ്ഞാലും നമ്മുടെ വിഷയം കൂട്ടിയേ പ്രാർത്ഥിക്കത്തുള്ളൂ. दूसरों का विषय कम हुआ तो भी हमारा विषय हम बढ़ाकर प्रार्थना करते हैं। എന്നാൽ ഞാൻ ദൈവവചനം പഠിച്ചപ്പോൾ लेकिन परमेश्वर का वचन पढ़ने के समय കോരഹപുത്രന്മാരുടെ ഒരു പ്രാർത്ഥന എന്നെ സ്പർശിച്ചു. कोरह के पुत्रों का जो प्रार्थना जो है मुझे छू लिया, ആമേൻ. പിന്നെ ഞാനും അങ്ങനെ പ്രാർത്ഥിക്കാൻ തുടങ്ങി. इसलिए मैं भी वैसे प्रार्थना करें। ആ പ്രാർത്ഥന ഏതെന്നറിയാമോ? वो प्रार्थना क्या है पता है? 85 സങ്കീർത്തനം भजन संगीता 85 അതിന്റെ 4-ാം വാക്യം उसका चौथा है। വായിക്കാം നമുക്ക്. 85 സങ്കീർത്തനത്തിന്റെ 4-ാം വാക്യം. भजन संगीता 85 उसका चौथा है, हम पढ़ते हैं। അവിടെ കോരഹപുത്രന്മാരുടെ ഒരു പ്രാർത്ഥന കാണാൻ കഴിയും. पे कोरह के पुत्रों का एक प्रार्थना है। ഞങ്ങളുടെ രക്ഷയുടെ ദൈവമേ, ഞങ്ങളെ യഥാസ്ഥാനപ്പെടുത്തണമേ, ഞങ്ങളോടുള്ള നിന്റെ നീരസം മതിയാക്കണമേ. वचन ऐसा कहता है, हे हमारे उद्धारकर्ता परमेश्वर, हमको फेर और अपना क्रोध हम पर से दूर कर। ആമേൻ. ഇവിടെ പറയുന്ന ഒരു വാക്യമുണ്ട്, ഒരു വാക്കുണ്ട്. यहाँ पे एक बात कहा गया है, ആമേ ഞങ്ങളുടെ രക്ഷയായ ദൈവമേ, हमारे उद्धार करने वाले परमेश्वर ഞങ്ങളെ യഥാസ്ഥാനപ്പെടുത്തണമേ. हमें जो है हमको फेर दे। ഞങ്ങളെ യഥാസ്ഥാനപ്പെടുത്തണം. हमको फेर करके लिखा गया, അവിടെ ഞങ്ങളെ ആക്കേണ്ട സ്ഥാനത്തോട്ടൊന്നാക്കി വെക്കാം. मतलब हम जहाँ पर होना चाहिए उस जगह पर वापस कर दे। ഇപ്പൊ ഞങ്ങൾ യഥാസ്ഥാനത്തല്ല. अभी हम वैसे जगह में नहीं है। ആമേ. ഈ ഭക്തന്റെ പ്രാർത്ഥന നോക്കിയേ, ഞങ്ങളെ യഥാസ്ഥാനപ്പെടുത്തണം. वक्त प्रार्थना कर रहे कि हमें फेर दे, मतलब कहीं पे लगा। അവൻ തനിക്കും തന്റെ കുടുംബത്തിനും വേണ്ടിയുള്ള പ്രാർത്ഥനയാണ്. तो ये वे जो वे अपने और अपने परिवार के लिए प्रार्थना कर रहे हैं, ഒറ്റ വാക്കിലുള്ള പ്രാർത്ഥന. एक ही वाक्य प्रार्थना। എന്താ പ്രാർത്ഥിക്കുന്നത്? क्या प्रार्थना कर रहे हैं? യഥാസ്ഥാനപ്പെടുത്തണം. हमें फेर दे। ഞങ്ങളൊന്ന് യഥാസ്ഥാനപ്പെട്ടാൽ हम अगर फेरेंगे ഞങ്ങളുടെ കാര്യങ്ങളെല്ലാം ക്രമപ്പെടും. हमारा कार्य सब ठीक हो जाएगा। ഞാനൊന്ന് യഥാസ്ഥാനപ്പെട്ടാൽ मैं अगर जो है फेर हुआ तो എന്റെ കുടുംബത്തിന്റെ എല്ലാ അവസ്ഥകളും നേരെയായി വരും. मेरा परिवार का सब बात है एकदम ठीक होगा। ആമേ. ദൈവം എന്നെ പഠിപ്പിച്ച ഒരു കാര്യമാണ്. परमेश्वर मुझे सिखाया एक बात है, നമ്മുടെ പ്രാർത്ഥന എപ്പോഴും ഇങ്ങനെ ആയിരിക്കണം.
ആയിരിക്കണം. हमारी प्रार्थना हमेशा ऐसा होना चाहिए, കാരണം എന്റെ ജീവിതത്തിലെ സ്ഥാനം തെറ്റിക്കിടക്കുന്നത്, क्योंकि मेरे जीवन में जो स्थान वो जो हट के रखा है, എന്റെ കുടുംബത്തിന്റെ സ്ഥാനം തെറ്റിക്കിടക്കുന്നത്, मेरे परिवार में जो स्थान हटा के എന്റെ रखा है, തലമുറകളുടെ വിഷയത്തിൽ സ്ഥാനം തെറ്റിക്കിടക്കുന്നത്, पीढ़ियों में जो ये विषय है, അതിനെ ഒന്ന് യഥാസ്ഥാനത്തോട്ട് കൊണ്ടുവരാനാ പ്രാർത്ഥിക്കുന്നത്. उसे वापस जगह पे लेके आने के लिए प्रार्थना करना है। അതൊരു വലിയ പ്രാർത്ഥനയല്ല, वो एक बहुत बड़ा प्रार्थना नहीं है, ഒരു ചെറിയ പ്രാർത്ഥന. छोटी प्रार्थना। ഒരിക്കലും ഒരു ഭക്തൻ ഇങ്ങനെ സാക്ഷി പറഞ്ഞു, एक भक्त ने एक बार ऐसे गवाही दिया था, താൻ പ്രാർത്ഥിക്കാനിരിക്കുമ്പോൾ प्रार्थना करने बैठने के समय താൻ ദൈവത്തോട് ഈ ഒരു വാക്ക് പറഞ്ഞ് പ്രാർത്ഥിക്കും, परमेश्वर से ये एक बात कहकर प्रार्थना करता है, കർത്താവെ ഞങ്ങളെ യഥാസ്ഥാനപ്പെടുത്തണം. परमेश्वर हमें आप सही सही जगह में लेकर आइए। ആമേൻ. അദ്ദേഹം തന്റെ അനുഭവം പറഞ്ഞു. वो अपने अनुभव बताते हैं, ആമേൻ. അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ വലിയ പ്രതികൂലത്തിലേക്ക് കടന്നു പോകുന്ന സാഹചര്യമായിരുന്നു. वो बहुत अपने जीवन में प्रतिकूल से गुजर रहे थे, തന്റെ ജോലി നഷ്ടപ്പെട്ടു, उनका काम हट गया, തന്റെ വൈഫിന്റെ ജോലി നഷ്ടപ്പെട്ടു, उनकी पत्नी का काम चला गया, മക്കളുടെ വിദ്യാഭ്യാസം നടക്കാതെ ഭാരപ്പെട്ടു. बच्चों का जो है पढ़ाई नहीं होते हुए एकदम बोझ में थे। അദ്ദേഹം ഒരു പ്രാർത്ഥന ഇങ്ങനെ പ്രാർത്ഥിച്ചു, उन्होंने प्रार्थना से प्रार्थना किए, കർത്താവെ ഞങ്ങളെ യഥാസ്ഥാനപ്പെടുത്തണം. परमेश्वर हमें फिर से वही जगह में लेकर आ जाए, ഞങ്ങളെ തിരിച്ചവിടെ മടക്കി കൊണ്ടുവരണം. हम फिर से हमें वही जगह में लेकर आइए। അദ്ദേഹത്തിന്റെ പ്രാർത്ഥനയ്ക്കുള്ള മറുപടി ലഭിച്ചത് അദ്ദേഹം പറയാനിടയായി. उनका प्रार्थना का उत्तर मिलते हुए उन्होंने बोला, അദ്ദേഹത്തിന് നഷ്ടപ്പെട്ടത് തിരിച്ചു ലഭിച്ചു. उनको जो नष्ट हो गया मिल गया वापस, തന്റെ ഭാര്യയ്ക്ക് നഷ്ടപ്പെട്ടത് തിരിച്ചു ലഭിച്ചു. उनकी पत्नी को जो नष्ट हो वापस मिल गया, തന്റെ മകളുടെ ഒരു വിഷയത്തിന് വേണ്ടി ആമേൻ ദൈവം അത്ഭുതം പ്രവർത്തിച്ചു. उनके बच्चे के एक विषय के लिए परमेश्वर ने अद्भुत कार्य किए। ഇല്ലാതിരുന്ന വേക്കൻസി അവൾക്ക് വേണ്ടി ദൈവം ഉണ്ടാക്കി കൊണ്ടുവന്നു. नहीं था वैकेंसी उनके लिए जो परमेश्वर ने दिया, ആ വേക്കൻസി ഇല്ലാത്തതാ, പക്ഷെ അവൾക്ക് വേണ്ടി ദൈവം അത് കൊണ്ടുവന്നു. वैकेंसी नहीं था लेकिन उनके लिए परमेश्वर ने वो किया। അതിന്റെ കാരണം എന്തെന്നറിയാമോ? कारण क्या पता है? അദ്ദേഹം പ്രാർത്ഥിച്ചത് ഞങ്ങളെ യഥാസ്ഥാനപ്പെടുത്തണമേ, प्रार्थना की थी कि हमें वो सही रास्ते में लेके आएगी, ഞങ്ങളെ യഥാസ്ഥാനപ്പെടുത്തണമേ. हमें सही रास्ते में लेके रहिए। ആമേൻ. എന്റെ ജീവിതത്തിൽ ദൈവം അങ്ങനെ പ്രവർത്തിച്ചിട്ടുണ്ട്. मेरे जीवन में परमेश्वर से प्रार्थना किया है। ഇപ്പൊ നോക്കി, എന്നോട് കൂടെ ട്രാൻസ്ലേഷൻ ചെയ്യുന്ന ജോബി, अभी मेरे साथ ट्रांसलेट करने वाले जो भी, അവളുടെ ജീവിതത്തിലെ ആമേൻ ജനനം മുതൽ ഇന്ന് വരെയും ദൈവം അത്ഭുതങ്ങളെ പ്രവർത്തിക്കുന്നത്. उनके जीवन में भी जन्म से लेके अभी तक परमेश्वर ने अद्भुत कार्य किया है। ആമേൻ. അവളുടെ സ്കൂൾ വിദ്യാഭ്യാസം കഴിഞ്ഞിട്ട് എന്നോട് പറഞ്ഞു, എനിക്ക് സയൻസ് എടുത്ത് പഠിക്കണം. जब भी उनका स्कूल का पढ़ाई होने के बाद उन्होंने कहा कि साइंस लेके पढ़ना है। ഞാൻ അന്വേഷിച്ചപ്പോൾ ഞങ്ങൾക്ക് അവിടെ അടുത്തൊരു കോളേജ് ഉണ്ട്, ഒരു ഫേമസ് കോളേജ്, 10-100 വർഷമായത്, വിൽസൺ കോളേജ്. हम जब भी ढूंढने के समय एक नजदीक में एक कॉलेज था, थोड़ा वो फेमस है, वो विल्सन कॉलेज। ആമേൻ. ആ കോളേജിൽ അഡ്മിഷന് വേണ്ടി ഞങ്ങൾ ആപ്ലിക്കേഷൻ കൊടുത്തു. हमने एप्लीकेशन दिया था उस कॉलेज में एडमिशन के लिए। അവളുടെ കൂടെ വേറെയും ചില പിള്ളേരുണ്ടായിരുന്നു, उनके साथ और भी कुछ बच्चे थे, പക്ഷെ അവർക്ക് ലഭിച്ചില്ല. परंतु उनको नहीं मिला। ആ ജോബിക്ക് അവിടെ അഡ്മിഷൻ ലഭിക്കാനിടയായി. जो भी को वहाँ पे एडमिशन मिल गया। എങ്ങനെയെന്നറിയാമോ? कैसे पता है? അവിടെ മൈനോറിറ്റി കോട്ടയിൽ അവർക്ക് അഡ്മിഷൻ ലഭിച്ചു. माइनॉरिटी कोटे में वहाँ पे एडमिशन मिला, ഓൺലൈൻ അല്ല, ऑनलाइन नहीं, ഓഫ്ലൈൻ ലഭിച്ചു. ऑफलाइन मिला। ലഭിച്ചു കഴിഞ്ഞ ഉടനെ നിയമം മാറി എല്ലാം ഓൺലൈൻ ആക്കി. जैसे मिला उसके बाद से जो नियम बदल गया, सब कुछ ऑनलाइन कर दिया। പിന്നീട് അതിനുശേഷം എല്ലാം ഓൺലൈൻ ആക്കി. उसके बाद सब कुछ ऑनलाइन हो गया। അപ്പൊ എനിക്ക് മനസ്സിലായി അവൾക്ക് വേണ്ടി മാത്രമാണ് അവിടെ ഒരു ഓഫ്ലൈൻ വെച്ച് അങ്ങനെ ഒരു നിയമം അവിടെ ഒരുക്കിയത്. तो मुझे पता चल गया कि उसके लिए वो जो है वैसा ऑफलाइन करके वैसा एक नियम आया। ഞാൻ പറഞ്ഞു വന്നത്, നമ്മൾ യഥാസ്ഥാനപ്പെടുത്തുവാൻ പ്രാർത്ഥിക്കുമ്പോൾ ദൈവം നമ്മെ യഥാസ്ഥാനപ്പെടുത്തും. तो बोल के मैं आया था कि अगर हम जो है प्रार्थना करेंगे वापस ऐसा होने के, तो ऐसा होगा। കാരണം നമ്മൾ ദൈവത്തോട് പ്രാർത്ഥിക്കേണ്ടത് അതാ, क्योंकि हमें परमेश्वर से वही प्रार्थना करना है, ദൈവത്തിന്റെ ഹിതം വെളിപ്പെടണം. परमेश्वर की जो है इच्छा पूरी होनी है। നമ്മൾ നമ്മുടെ കുടുംബത്തിന് വേണ്ടി ഉപവസിച്ചു പ്രാർത്ഥിച്ചു സമയങ്ങൾ ഇങ്ങനെ തള്ളിവിടുന്നു, പക്ഷെ മറുപടി ലഭിക്കുന്നില്ല. हम जब हमारे परिवार के लिए सब हम प्रार्थना करते हैं लेकिन जवाब नहीं मिलता है। എന്നാൽ ഇന്നു മുതൽ ഒന്ന് പ്രാർത്ഥിച്ചു നോക്കിയേ, लेकिन आज से प्रार्थना कीजिए, കർത്താവെ ഞങ്ങളെ മടക്കി വരുത്തണം. पिता हमें फेर दे, ഞങ്ങളെ മടക്കി വരുത്തണം, हमें फेर दे करके ഞങ്ങളെ യഥാസ്ഥാനത്താക്കണം. हमें जो स्थान है उस स्थान में लेकर ആ आएंगे। ഒരു പ്രാർത്ഥന അവരുടെ ജീവിതത്തെ മാറ്റിമറിച്ചതായിട്ട് കാണാൻ കഴിയും. वो एक प्रार्थना उनके जीवन को बदल दिया करके हम देख सकते हैं। കാരണം അവർ പ്രാർത്ഥിക്കുവാനുള്ള കാരണമുണ്ട്. क्योंकि प्रार्थना करने का कारण है। നമുക്കറിയാം കോരഹപുത്രന്മാരുടെ അവസ്ഥ എന്തായിരുന്നു. हमें पता है कि जो कोरह के पुत्र का जो अवस्था क्या था, അവരുടെ കുടുംബം എങ്ങനെയാണെന്ന് നമുക്കറിയാം. उनका परिवार कैसे हमको पता है। ഈ मक्कल നോക്കി നിൽക്കുമ്പോൾ അപ്പനും അമ്മയും ദൈവശിക്ഷയ്ക്ക് അധീനരായി തീർന്നവരാ. ये बच्चे देखने के समय जो माता पिता परमेश्वर के क्रोध में होते हुए देखते हैं। അവരുടെ കൺമുൻപിലാണ് തങ്ങളുടെ കുടുംബത്തിലുള്ള അനേകരുത ഭൂമിക്കടിയിലേക്ക് താഴ്ത്തപ്പെട്ടത്. उनके आंखों के सामने जो है भूमि के जितने जो लोग हैं वो पूरा जमीन के नीचे जाते हैं। അതുവരെയും ആരും കണ്ടിട്ടില്ലാത്ത ഒരു പ്രവൃത്തിയാണ് അവിടെ വെളിപ്പെട്ടത്. तभी तक किसे नहीं देखा हुआ एक
जो है काम वहां पे देखते ഒരു हैं। വലിയൊരു ദൈവിക ന്യായവിധി അവിടെ നടന്നു. एक बड़ा परमेश्वर का एक न्याय वहां पे हो रहा है। അതിന്റെ കാരണം ദൈവഹിതമല്ലാത്തത് ചെയ്തതുകൊണ്ട്. उसका कारण ये है परमेश्वर की इच्छा नहीं किया है। അത് മനസ്സിലാക്കിയ മക്കൾ वो पहचाना वो बच्चे, അവർ ഓടിച്ചെന്ന് ദൈവാലയത്തിൽ അഭയം പ്രാപിച്ചു. वो एकदम भाग कर जाके परमेश्वर के चरणों में जाके उन्होंने जो है सुरक्षित हुआ। ദൈവത്തിന്റെ യാഗപീഠത്തിൽ ചെന്ന് അഭയം പ്രാപിച്ചു. परमेश्वर के वो जो भेदी में जाके वे लोग रुक गए। അതുകൊണ്ട് അവർ പറയുക, ദൈവമേ ഞങ്ങളെ യഥാസ്ഥാനപ്പെടുത്തണമേ. इसलिए वे कहते हैं कि परमेश्वर हमें फेर दे। ആമേ, ഞങ്ങളുടെ കുടുംബത്തിന്റെ സ്ഥാനം തെറ്റിപ്പോയി. हमारी जो है परिवार का स्थान जो है वो हट गया है। ഞങ്ങൾ ആയിരിക്കേണ്ട സ്ഥാനത്തല്ല ഞങ്ങളായത്. हम जहाँ होना है वो जगह में नहीं है। അതുകൊണ്ട് ഞങ്ങൾക്ക് ഇങ്ങനെ സംഭവിച്ചു പോയി. इसलिए हमें ऐसा हो गया है। ആമേ, ഞങ്ങളെ ഒന്ന് യഥാസ്ഥാനപ്പെടുത്തണം. हमें जो है फेर दे। പ്രിയമുള്ളവരെ, നമ്മൾ നീണ്ട ഒരു പ്രാർത്ഥന പ്രാർത്ഥിക്കേണ്ട കാര്യമില്ല. प्रिय लोगों, हमें बड़ा लंबा थोड़ा प्रार्थना करने की जरूरत नहीं है। ആമേൻ. ദൈവം പറയുന്നു, പരീശന്മാരും ശാസ്ത്രിമാരും അങ്ങനെ പ്രാർത്ഥിക്കുന്നത്. परमेश्वर कहता है कि फरीसी शास्त्री ऐसे प्रार्थना करते അവർ വിചാരിക്കുന്നു അവർക്ക് ഇത്രയും വലിയ പ്രാർത്ഥന പ്രാർത്ഥിക്കുമ്പോൾ ഉത്തരം ലഭിച്ചു हैं। പോകും. उनको लगता है कि ऐसा लंबा चौड़ा प्रार्थना करेंगे तो जवाब मिलेगा। യേശു ക്രിസ്തുവിന്റെ പ്രാർത്ഥന നോക്കിയേ. यीशु मसीह का ही प्रार्थना देखिए, ചുരുങ്ങിയ വാക്കുകളിലാണ് പ്രാർത്ഥിക്കുന്നത്. कुछ शब्दों में प्रार्थना किया। ലാസറിന്റെ കല്ലറയ്ക്കൽ വന്ന് പ്രാർത്ഥിച്ചത് लाजरस के जो है वहाँ पे कब्रिस्तान के पास आकर प्रार्थना किए ഒരു थे। ചെറിയൊരു പ്രാർത്ഥനയാണ്. छोटा एक प्रार्थना था, നീ എന്നെ അയച്ചിരിക്കുന്നു, तुम मुझे भेजा है, നീ എന്റെ പ്രാർത്ഥന എപ്പോഴും കേൾക്കുന്നു. मेरी प्रार्थना मुझे सुनता है। ഈ ജനം വിശ്വസിക്കേണ്ടതിന് ഇപ്പോൾ പ്രവർത്തിക്കും. ये जन विश्वास करने के लिए अभी काम करें। ഏലിയാവ് പ്രാർത്ഥിച്ചു एलिया प्रार्थना किया, കർമ്മേൽ പർവ്വതത്തിന്റെ മുകളിൽ നിന്നുകൊണ്ട്. जो है करमेल पर्वत के ऊपर। ഏലിയാവിന് അറിയാം, एलिया को पता है രാവിലെ മുതൽ മധ്യാഹ്നം വരെയും ഇതാ ബാലിന്റെ പ്രവാചകന്മാരുടെ പ്രാർത്ഥനയാണ്. जो है सुबह से लेके जो शाम तक दूसरे जो है बाल के पूजारी लोग प्रार्थना कर रहे हैं। അവരുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി ലഭിച്ചില്ല. उनके प्रार्थना का जवाब नहीं मिल रहा है। ഇത്രയും പ്രാർത്ഥിച്ചിട്ടും इतना प्रार्थना करके भी ഒരു മറുപടിയും ലഭിച്ചില്ല. जवाब नहीं मिल रहा है। അതുകൊണ്ട് ഏലിയാവിന് അറിയാം इससे एलिया को पता है പ്രാർത്ഥന എന്നുള്ളത് എന്തെന്ന്, प्रार्थना करके वो तो क्या है, എങ്ങനെ പ്രാർത്ഥിക്കണമെന്നറിയാം. कैसे प्रार्थना करना है पता है। അവൻ ആദ്യം തന്റെ ജീവിതത്തെ ഒന്ന് ഒരുക്കി, वो अपने जिंदगी को पहले तैयार किया, അല്ലെങ്കിൽ തന്റെ യാഗപീഠത്തെ ഒന്ന് ഒരുക്കി. या फिर उसका वेदी को ज्यादा तैयार किया। പ്രാർത്ഥിക്കാൻ ഇരിക്കുന്നതിന് മുമ്പ് ഈ യാഗപീഠത്തെ ഒന്ന് ഒരുക്കി. प्रार्थना के लिए बैठने से पहले जो है तैयार किया। അവിടെയാണ് യാഗം അർപ്പിക്കാനുള്ളത്. वहां पे उसने जो है जो बलि चढ़ाना था, അപ്പൊ യാഗം അർപ്പിക്കുന്ന മുമ്പേ തന്നെ തന്നെ ഒന്ന് ക്രമപ്പെടുത്തണം. तो बलि चढ़ाने के समय जो अपने आप को ही वो सही किया। ആ ക്രമപ്പെടുത്തലാണ് ഇവിടെ കാണുന്നത്. वो क्रम करने का हम देख सकते हैं। എന്താണ്? क्या है? ഞങ്ങളെ യഥാസ്ഥാനപ്പെടുത്തണമേ, हमको फेर दे, ഞങ്ങളെ യഥാസ്ഥാനപ്പെടുത്തണമേ. हमको फेर दे। എന്റെ കുടുംബത്തിന്റെ സ്ഥിതി ഇങ്ങനെയാണ്, मेरे परिवार का स्थिति ऐसा है, എന്റെ തലമുറകളുടെ അവസ്ഥ ഇങ്ങനെയാണ്, मेरे जो पीढ़ी का स्थिति ऐसा है, എന്റെ ജീവിതത്തിന്റെ അവസ്ഥകൾ ഇങ്ങനെയാണ്. मेरे जीवन का जो है स्थिति ऐसा है, അപ്പൊ ഇതൊന്ന് യഥാസ്ഥാനപ്പെടണം. तो इसे से सही कीजिए। ഈ യഥാസ്ഥാനപ്പെടലാണ് ദൈവത്തിന്റെ മഹത്വം വെളിപ്പെടുന്നത്. ये जो सही करना है वो है परमेश्वर की इच्छा को पूरी होना। ആമേൻ. അപ്പൊ ദൈവത്തിന്റെ ഹിതത്തിനായി നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ परमेश्वर की इच्छा के लिए हम प्रार्थना करने के समय അവിടെ ദൈവം മറുപടി നൽകുന്നു. वह परमेश्वर उत्तर देते हैं। മാത്രമല്ല ദൈവവചനം പറയുന്നത്, ये नहीं परमेश्वर वचन कहता है, ആമേൻ, എന്റെ കൽപ്പനകളെ പ്രമാണിക്കുന്നവൻ. मेरे वचनों को, मेरे आज्ञाओं को मानने वाला। ആമേൻ. മാത്രമല്ല ദൈവവചനം നമ്മോട് പറയുന്നത്, परमेश्वर का वचन हमें कहता है, നമ്മൾ ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം വായിക്കുമ്പോൾ फिलिप्पियों की किताब पढ़ने के समय 4-ാം അധ്യായം उसका 4, അതിന്റെ 6-7 വാക്യം വായിക്കുമ്പോൾ അവിടെ കാണാൻ കഴിയുന്നത്, उसका 6 और 7 पढ़ से वहां पे हम देख सकते हैं നമ്മുടേതായ ആവശ്യങ്ങളെല്ലാം, हमारे सारे जो आवश्यकता है, നമ്മുടെ ആമേൻ എല്ലാ കാര്യങ്ങളും हमारे सारी बातों को ദൈവസന്നിധിയിൽ എങ്ങനെ അർപ്പിക്കണമെന്ന് പറയും. परमेश्वर के चरणों में कैसे अर्पण करना बताया गया है। എങ്ങനെയാണ് നമ്മൾ അർപ്പിക്കുന്നത്? कैसे हम देते हैं, നമ്മുടെ ആവശ്യങ്ങൾ എങ്ങനെയാണ് പറയുന്നത്? कैसे हमारे आवश्यकता को हम बताते हैं। പലപ്പോഴും നമ്മൾ ദൈവസന്നിധിയിലേക്ക് കടന്നു വരുന്നത് कई बार हम परमेश्वर के चरणों में आते हैं പരീക്ഷന്റെ പ്രാർത്ഥന പോലെയാണ്. जो है जैसे वो फरीसी का प्रार्थना जैसा है। ആ നമുക്കറിയാം, രണ്ടുപേര് പ്രാർത്ഥിക്കാൻ വന്നു. हमें पता है 2 जन प्रार्थना करने आए थे, ഒരാള് പരീശനും एक फरीसी മറ്റേയാള് ചുങ്കക്കാരനും. और एक चुंगी रहने वाला। രണ്ടുപേരും പ്രാർത്ഥിച്ചു. दोनों ने प्रार्थना किया। രണ്ടുപേരുടെ പ്രാർത്ഥനയ്ക്കും വലിയ വ്യത്യാസം ഉണ്ടായിരുന്നു. दोनों का जो प्रार्थना के लिए बहुत फर्क था। ആ പരീശന്റെ പ്രാർത്ഥനയാ പലപ്പോഴും നമ്മുടെ പ്രാർത്ഥന. फरीसी का जो प्रार्थना है वो है हमेशा हमारा प्रार्थना। കർത്താവേ നീ അങ്ങനെ ചെയ്തു, ഇങ്ങനെ ചെയ്തു, അത് ചെയ്തു, ഇത് ചെയ്യുന്ന കുറെ കാര്യം പറയും. परमेश्वर अपने ऐसा किया, वैसा किया, ये किया, वो किया, ऐसे बहुत सारी बातें बोलेंगे। എന്നിട്ട് ദൈവത്തിനോട് പ്രവർത്തിക്കാൻ നമ്മൾ ഒരു വലിയ ലിസ്റ്റ് കൊടുക്കും. लेकिन फिर उसके बाद परमेश्वर जो काम करना चाहिए उसका एक लिस्ट भी देंगे। ആ മസാലക്കടയിൽ ചെന്ന് ഒരു ലിസ്റ്റ് കൊടുക്കുന്നത് പോലെ, मसाला की दुकान में जैसे में एक लिस्ट देने के എന്റെ ഈ സാധനങ്ങളെല്ലാം ഒന്ന് തയ്യാറാക്കി വെക്കുക. मेरे सारे बातों को जो तैयार करना। കർത്താവേ എനിക്ക് ഇത്ര ലിസ്റ്റ് ഉണ്ട്, അതെല്ലാം ഒന്ന് തയ്യാറാക്കി തരണം. परमेश्वर मुझे ये सब बातें है, ये सब लिस्ट है, मेरा करके देना। അങ്ങനെയാണോ നമ്മൾ പ്രാർത്ഥിക്കുന്നത്? तो वैसा हम प्रार्थना कर रहे हैं। ആമേൻ. ഒരു വലിയ ലിസ്റ്റ് കൊടുത്തിട്ട് പരീശൻ ഓടിപ്പോയി.
एक बड़ा लिस्ट दे के जो है वो फरीसी वो चला गया। അവന് ദൈവസന്നിധിയിൽ ഒന്ന് ഇരിക്കാൻ സമയമില്ല, उसको परमेश्वर के चरण में बैठने के समय नहीं है, ദൈവത്തിന്റെ വാക്ക് കേൾക്കാൻ തയ്യാറല്ല. परमेश्वर का वचन सुनने के समय नहीं है। പിന്നെ അവൻ എന്താ തയ്യാറായത്? इसके लिए तैयार हुआ है, അവന്റെ കാര്യം പറയാനുള്ള വെപ്രാളമായിരുന്നു. उनका कार्य बताने का इच्छा में था। അവൻ ചെയ്ത് കൂട്ടിയ കാര്യങ്ങളെ കുറിച്ച് പറഞ്ഞു. वो जो कुछ उसने किया उसने वो कार्य बताया। അത് എന്തിനാ പറഞ്ഞെന്നറിയാമോ? बताया है ഈ അടുത്ത് നിൽക്കുന്നവൻ കേൾക്കണം. ताकि जो बाजू सुना है वो सुन सके। ഞാൻ ദൈവത്തിന് വേണ്ടി ചെയ്തത് मैं परमेश्वर के लिए जो किया മറ്റുള്ളവർ അറിയണം. बाकी को भी जानना चाहिए। പ്രൈസ് ദി ലോർഡ്. പലപ്പോഴും നമ്മുടെ പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ ഈ കോഴി മുട്ടയിടുന്ന അവസ്ഥയാണ്. कई बार हमारा प्रार्थना ऐसा है, मुर्गी अंडा दिए जैसा है। ആ കൊടുക്കുന്നത് ഒരു മുട്ടയാ. देते हैं एक ही अंडा होगा, ഈ മുട്ട ഇട്ടതിന് ശേഷം ഒന്ന് വിളിച്ചു നോക്കും, लेकिन ये अंडा देने के बाद थोड़ा चिल्ला के देखेंगे ആരെങ്കിലും ഒന്ന് കേട്ടോ. कोई सुना कि नहीं। എന്റെ വീട്ടില് ഉണ്ടായിരുന്നു പണ്ട് जो है हमारे घर में एक मुर्गी നാട്ടില. അപ്പൊ അവിടെ ഈ കോഴി മുട്ട ഇട്ടിട്ട് वहाँ पे ये मुर्गी जो अंडा डालने के അതൊന്ന് വിളിക്കും, वो बुलाती है, ആരെങ്കിലും കണ്ടോന്ന് നോക്കും. कोई देखा के देखते हैं, ഇല്ല എങ്കിൽ നേരെ വീട്ടിനകത്ത് കയറും. अगर नहीं है तो घर के अंदर घुस जाते हैं, അകത്ത് ആരെയും കണ്ടില്ലെങ്കിൽ നേരെ അടുക്കളയ്ക്ക് പോകും. अंदर नहीं मिलेगा तो फिर डायरेक्ट किचन में जाते हैं। അവിടെ ഇരിക്കുന്ന എണ്ണ കുപ്പി തട്ടിയിടും, वहाँ पे जो है जो तेल का जो कुप्पी रहेगा उसको അവിടെ ഇരിക്കുന്ന മസാലകളെല്ലാം തട്ടിയിടും, मसाला सब डाल देंगे, അവിടെ ഇരിക്കുന്ന മൊത്തം നശിപ്പിക്കും. सभी कुछ नाश कर देंगे। ഇടുന്നത് 5 രൂപയ്ക്കുള്ള ഒരു മുട്ടയാ, वो डालते हैं 5 रुपए का अंडा, നഷ്ടപ്പെടുത്തുന്നത് 200 രൂപയായിരിക്കും. लेकिन जो है 200 रुपए का नष्ट हो जाता है। എന്തിനാ ഇത് വിളിക്കുന്നത്? क्यों ऐसा हो रहा है? ഞാൻ മുട്ട ഇട്ടെന്ന് എല്ലാവരും അറിയണം, मैंने अंडा डाला करके सब लोग എന്റെ जानते हैं, വീട്ടുകാരറിയണം, मेरे घर वाले जानना चाहिए, ചുറ്റുപാടുള്ളവർ അറിയണം. मेरे आजू बाजू के लोग जानना। എല്ലാവരും അറിഞ്ഞില്ല എങ്കിൽ ഞാൻ മുട്ടയിട്ട കാര്യം എങ്ങനെയാ മനസ്സിലാകുന്നത്? अगर नहीं बताएंगे तो कैसे सबको पता चलेगा? എന്ന് പറഞ്ഞാൽ എന്നെ കുറിച്ച് മറ്റുള്ളവർ അറിയണം. मतलब मेरे बारे में दूसरे लोग जानना चाहिए। ഇതാണ് പരീശന്റെ പ്രാർത്ഥന. वो है फरीसी का प्रार्थना। മാത്രമല്ല അവൻ അങ്ങനെ പ്രാർത്ഥിച്ചിട്ട് वही नहीं, वैसा प्रार्थना करके അടുത്ത് നിൽക്കുന്നവന് കൂടെ ഒരു കുത്തു കൊടുക്കും. वो जो बाजू में है उनको भी जो है देता है। ഞാൻ ഇവനെ പോലെയൊന്നും അല്ല, मैं इसके प्रकार सब नहीं है, ഞാൻ ഇവനെക്കാളും മേലെ, मैं इससे जो है बढ़कर है, ഇവനെ പോലെയൊന്നും ഞാൻ അല്ല, इसके समान कुछ नहीं है, അതുകൊണ്ട് ഞാൻ നിന്നെ മഹത്വപ്പെടുത്തും. इसलिए मैं आपको महिमा देता हूँ। പക്ഷെ അടുത്ത് നിൽക്കുന്ന വ്യക്തി पास जो खड़ा व्यक्ति അവൻ ഈ മുറിവുകളെല്ലാം ഏറ്റുകൊണ്ട് वो ये दर्द सब प्राप्त करके അവൻ ആരെയും കുറ്റപ്പെടുത്തിയില്ല, किसी को भी जो है दुख नहीं दिया, അവൻ ഒരു പരാതി പറഞ്ഞില്ല, वो एक कुछ भी जो है कंप्लेन नहीं किया, അവൻ തന്റേതായ ഗുണം പറയുവാൻ അവൻ ഒന്നുമില്ല. वो उनको कुछ गुण बोलने के नहीं है। ഈ അടുത്ത് നിന്ന വ്യക്തി ഇത്രയും ഗുണങ്ങൾ പറഞ്ഞപ്പോൾ जो वो साथ में रहा व्यक्ति जो इतना सारे गुण बताने के समय ഈ ചുങ്കക്കാരൻ ഒറ്റ വാക്കേ പറഞ്ഞുള്ളൂ, ये चुंगी रहने वाले ने एक ही बात कहा, ഞാൻ പാപിയാ, मैं पापी हूँ, ഞാൻ പാപിയാ. पापी हूँ। ആ ഉണർവ് അവന് വന്നു. वो एक जो है जागृत के मन में आया, അവൻ യഥാസ്ഥാനപ്പെട്ടു. वो अपने फिर गया, അവൻ എന്നെ അങ്ങനെ പറഞ്ഞു എന്ന് അവൻ പറഞ്ഞില്ല. वो मुझे ऐसा कहा करके नहीं कहा, ദൈവമേ ഞാൻ അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു എന്ന് അവൻ പറഞ്ഞില്ല. उसने मुझे ये किया वो किया ऐसा नहीं कहा, അവൻ ഒറ്റ വാക്ക് പ്രാർത്ഥിച്ചു, उन्होंने एक ही बात प्रार्थना की, ഞാൻ പാപിയാ, मैं पापी हूँ, ഇന്നലെ വരെ ഞാൻ ആയിരുന്നത്, अभी तक जो मैं था, ഇന്നത്തെ എന്റെ അവസ്ഥ आज का मेरा ഞാൻ अवस्था മനസ്സിലാക്കുന്നു, मैं समझता हूँ, അതുകൊണ്ട് എന്റെ അവസ്ഥയെ ഒന്ന് മാറ്റണം. इसीलिए मेरे अवस्था को थोड़ा बदल दे। അവനൊന്ന് യഥാസ്ഥാനപ്പെടാൻ തയ്യാറായി. मुझे भी जो है फेरने के लिए वो तैयार हो गया। യേശു പറഞ്ഞു, यीशु मसीह ने कहा, അവന്റെ പ്രാർത്ഥന സ്വർഗത്തിലെത്തി. उनका प्रार्थना स्वर्ग में पहुंचा। അവൻ യഥാസ്ഥാനപ്പെട്ടപ്പോൾ അവന്റെ പ്രാർത്ഥന സ്വർഗത്തിലെത്തി. फेर गया तो परमेश्वर की और उसका प्रार्थना पहुंचा, അവന്റെ ജീവിതമാണ് മാറ്റപ്പെട്ടത്. उनके जीवन जो है बदल गया। ഈ പരീക്ഷയ്ക്കൊന്നും സമയമില്ലായിരുന്നു. ये जो है परीक्षा के लिए कुछ समय नहीं है, അവൻ അതുകൊണ്ട് പ്രാർത്ഥിച്ചിട്ട് അവൻ ഓടിപ്പോയി. इसलिए वो प्रार्थना करके वो चला गया। അടുത്ത ചില കാര്യങ്ങൾ അവന് ചെയ്യാനുണ്ട്. कुछ बातें और भी करना है, നാളെ വന്ന് അത് വന്ന് പ്രാർത്ഥിക്കണം. कल भी आके प्रार्थना करना है, നാളെ അത് വന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കാൻ വേണ്ടി അവൻ ഓടുകയാണ്. कल भी वो आके प्रार्थना करने बोल के भाग रहा है। പക്ഷേ ഈ ചുങ്കക്കാരന് പറയുവാനുള്ളത് ഒന്നേ ഉള്ളൂ, छुट्टी में लेने वाले को एक ही बात बताना है, ഞാൻ ഒന്നും നന്മയായി मैं ചെയ്തിട്ടില്ല, कुछ भी भलाई नहीं किया है, ഇന്നുവരെയും ചെയ്തതെല്ലാം ദൈവഹിതമാണ്. आज तक जो भी किया परमेश्वर की इच्छा थी किया। ഇന്നുവരെ എന്റെ ജീവിതത്തിൽ സംഭവിച്ചതെല്ലാം ദൈവത്തിന്റെ ഹിതമാണ്. कुछ भी मेरी जिंदगी में हुआ परमेश्वर की इच्छा है, ഇന്നുവരെയും ഞാൻ എന്തെങ്കിലും ആയിട്ടുണ്ടെങ്കിൽ അതെന്റെ ദൈവത്തിന്റെ കൃപയാണ്. तो आज में जो कुछ भी हुआ परमेश्वर के अनुग्रह के द्वारा हुआ है। ഇന്നുവരെയും ഞാൻ എവിടെ വരെ എത്തിയോ അതെല്ലാം എന്റെ ദൈവത്തിന്റെ കൃപയാണ്. आज में जहाँ तक पहुंचा परमेश्वर के अनुग्रह है, അതൊന്നും എന്റെ കഴിവല്ല, वो मेरा जो किसी से नहीं है, അതൊന്നും എന്റെ മിടുക്കല്ല, वो मेरा कुछ बातों से नहीं है, എന്റെ ബലമല്ലാതെ, मेरा बल नहीं है, അതെല്ലാം എന്റെ ദൈവത്തിന്റെ കൃപയാണ്. सब मेरे पिता का जो कृपा है। ദൈവ കൃപയിലോട്ട് ആശ്രയിച്ചപ്പോൾ जब परमेश्वर के अनुग्रह में जब मैं ജീവിതം रखा ജീവിതം तो മാറ്റപ്പെടുവാനിടയായി. मेरा जिंदगी बदल गया, ജീവിതം രൂപാന്തരപ്പെടുവാനിടയായി. जिंदगी रूपांतर हो गया। ഇന്ന് പകൽക്കാലം ദൈവം നമ്മെ കുറിച്ച് അങ്ങനെയാ പറയുന്നത്. आज सुबह से परमेश्वर हमारे बारे में ऐसे कहते നീ हैं, ഒന്നിനെ കുറിച്ചും വിചാരപ്പെടണ്ട, किसी बात में चिंतित मत हो, എല്ലാ വിഷയവും പ്രാർത്ഥനയാലും അപേക്ഷയാലും हर एक बात जो है निवेदन और प्रार्थना के द्वारा നിങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടെ ദൈവത്തോട് അറിയിക്കുക, അത്രേ വേണ്ടത്.
और तुम्हारा जो है बातें हैं धन्यवाद के साथ लेके आना करके कहा है, എന്നാൽ परंतु അങ്ങനെ ചെയ്താൽ, ऐसा करेंगे तो, അങ്ങനെ അർപ്പിച്ചാൽ ऐसे तुम अर्पण करते हो तो എന്താ സംഭവിക്കുന്നത് क्या അറിയാമോ? होगा पता है? സകല ബുദ്ധിയെയും കവിയുന്ന ദൈവ സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളെയും നിലവുകളെയും ക്രിസ്തേശുവിങ്കൽ കാക്കും. और जो है जब परमेश्वर की शांति जो समझ से बिल्कुल पर है, तुम्हारे हृदय तुम्हारे विचारों को मसीह यीशु में सुरक्षित रखेगी। അങ്ങനെ ചെയ്താൽ, वैसा करोगे तो, ദൈവവചനം അതാ പറയുന്നത്, അങ്ങനെ നീ ചെയ്താൽ, वो करेंगे तो, इसलिए परमेश्वर का वचन वैसा कहता है करेंगे तो, അങ്ങനെ ചെയ്യുമ്പോൾ നിനക്ക് ലഭിക്കുന്നത് तुम वैसा करने के समय तुम्हें जो प्राप्त होता है, സകല ബുദ്ധിയെയും കവിയുന്ന ദൈവ സമാധാനം. सारे जो है परमेश्वर की शांति जो समझ से बिल्कुल परे है। ഇന്ന് നമ്മൾ പ്രാർത്ഥിക്കുന്നു, आज हम प्रार्थना करते हैं, ആരാധിക്കുന്നു, आराधना करते हैं, ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. परमेश्वर की जो है महिमा देते हैं। മനസ്സിനകത്ത് ആ ശാന്തി അനുഭവിക്കുന്നുണ്ടോ? क्या मन जो है हृदय के अंदर क्या वो शांति है? ആ സമാധാനം ഇന്ന് അനുഭവിക്കുന്നുണ്ടോ? वो जो है शांति तुम प्राप्त कर रहे हो? ഇല്ല എങ്കിൽ ദൈവകരങ്ങളിലേക്ക് ഒന്ന് ഏൽപ്പിച്ചു. नहीं है तो परमेश्वर के हाथों में उनको समर्पण कीजिए। നമ്മൾ മറ്റുള്ളവരുടെ മുമ്പാകെ ചിരിച്ച് കാണിക്കുന്നുണ്ട്, हम दूसरों के सामने हंस के बताते हैं, നമ്മുടെ സന്തോഷം വെളിപ്പെടുത്തുന്നുണ്ട്. हमारा खुशी हम दिखाते हैं, ഹൃദയത്തിന്റെ അകത്തുള്ള വേദന, लेकिन हृदय के अंदर का जो दुख है, വലിയ യുദ്ധമല്ലേ നടക്കുന്നത്? बड़ा युद्ध हो रहा है ना। അവൻ ഇനി ഇത്രത്തോളം വേദന അനുഭവിക്കുന്നില്ലേ? इतना जो दुख जो अनुभव कर रहे हैं, എന്തുമാത്രം പ്രയാസത്തിൽ കൂടെ കടന്നു പോകുന്നില്ലേ? इतना मुश्किल से गुजर रहे हैं, അപ്പോഴും നമ്മളെ കാണുന്നവരുടെ മുമ്പാകെ നമ്മൾ ചിരിച്ചു കാണിക്കുന്നു. परंतु फिर भी हमें देखने वाले व्यक्ति के जो है आगे हम हंस के दिखाते हैं। എന്തുകൊണ്ടെന്നറിയാമോ? क्यों पता है? എന്റെ ദുഃഖം വേറൊരാൾ അറിയണ്ട. मेरा दुख कोई और ना जाने। അറിഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും വിചാരിക്കുന്നത്? अगर जो पता लगे तो क्या सोचेंगे? ഞാൻ ഇത്ര പ്രാർത്ഥിക്കുന്നുണ്ട്, मैं इतना प्रार्थना करता हूँ, ദൈവത്തിന് വേണ്ടി ഞാൻ നിൽക്കുന്നുണ്ട്, परमेश्वर के लिए मैं खड़ा हूँ, ദൈവത്തിന് വേണ്ടി ഞാൻ പ്രവർത്തിക്കുന്നുണ്ട്, परमेश्वर के लिए मैं काम कर रहा हूँ, ദൈവത്തിന് വേണ്ടി കൊടുക്കുന്നുണ്ട്, परमेश्वर के लिए हम दे रहे हैं। എല്ലാം ചെയ്തിട്ടും എന്റെ ജീവിതത്തിൽ മാത്രം എന്തുകൊണ്ട്? ये सब होने के बावजूद भी क्यों हमारी जिंदगी में ही ये सब? ഇന്ന് പകൽക്കാലം അങ്ങനെ ചിന്തിക്കുന്ന ചോദിക്കുന്ന പ്രിയമുള്ളവരെ, आज सुबह के समय ऐसे सोचने वाले जो है करने वाले भाई बहनों, ആമേ, ദൈവത്തിന് നിങ്ങളോട് പറയുവാനുള്ളത്, परमेश्वर आपसे कहना चाहते हैं, സകല ബുദ്ധിയെയും കവിയുന്ന ദൈവ സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളിൽ തരുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. वे कहते हैं कि जो है सारे जो है शांति को देने वाला परमेश्वर तुम्हारे साथ है। ആമേൻ. അവൻ നിങ്ങളെ അനുഗ്രഹിക്കുവാൻ ആഗ്രഹിക്കും. वे तुम्हें अनुग्रह करना चाहते हैं, നിങ്ങളുടെ ഹൃദയങ്ങളിൽ സമാധാനം നൽകുവാൻ ആഗ്രഹിക്കും. तुम्हारे जो हृदय में समाधान देने की कोशिश कर रहे हैं। ഞാൻ പറഞ്ഞു വരുന്ന ലോക മോഹങ്ങൾക്ക് പിന്നാലെ ഓടുന്ന വിഷയമല്ല, जो मैं कह रहा हूँ जो है दुनिया के मोह माया के पीछे जाने वाला कार्य नहीं, ലോകത്തിലെ വിഷയങ്ങൾക്ക് വേണ്ടി ഓടുവാനല്ല. दुनिया के काम के लिए भागना नहीं। ആമേൻ. നമ്മുടെ പൗരത്വം സ്വർഗത്തിലാകിയാൽ, हमारा जो है नागरिकता स्वर्ग में, इसलिए ആമേൻ, നമ്മുടെ ലക്ഷ്യം അങ്ങനെ സ്വർഗത്തിലായിരിക്കും. हमारा जो है लक्ष्य भी स्वर्ग होना चाहिए, നമ്മുടെ ഓട്ടവും സ്വർഗത്തിലേക്കായിരിക്കും. हमारा भागने का भी जो है उधर होना चाहिए। പൗലോസ് പറയുന്നത് പോലെ എനിക്ക് അവിടെ എത്തിച്ചേരണം. पौलुस कहते ऐसा मुझे वहां पर पहुंचना है। പൗലോസ് പറയുന്നു എങ്ങനെയെങ്കിലും ആദ്യ പുനരുത്ഥാനത്തിൽ പങ്കുകൊള്ളണം. पौलुस कहते हैं कि कैसे भी करके पहला पुनरुत्थान में भागी देना होना है, ആമേൻ. പ്രൈസ് ദി ലോർഡ്. എന്നാൽ അതിലേക്ക് വേണ്ടി നമ്മൾ ഓടുമ്പോൾ लेकिन उसके लिए हम भागने के समय നമ്മുടെ നോട്ടം ഈ ലോകത്തിലേക്ക് ആയി തീരരുത്. हमारा जो ध्यान लोगों की बातों में ना होना ഈ ലോകത്തിലുള്ള വസ്തുവകകൾക്ക് പിന്നാലെ ആയി चाहिए, തീരരുത്. जो है दुनिया की अवस्था में नहीं पड़ा होना चाहिए। ആമേൻ. നമ്മുടെ നോട്ടം സ്വർഗത്തിലായിരിക്കണം. तो हमारा जो है जो देखना वो स्वर्ग की ओर होना चाहिए। ആമേൻ. ഞാൻ ഇതിനെ കുറിച്ച് ചിന്തിച്ചപ്പോൾ इसके बारे में सोचने के समय ആമേൻ, ആദ്യ നൂറ്റാണ്ടിലെ ഭക്തന്മാരെ ദൈവം എന്റെ മുമ്പ് കൊണ്ടുവന്നു. अब पहले जमाने के जो है भक्तों के बारे में परमेश्वर बताए, അവരെന്ന് പറഞ്ഞാൽ സകലതും വെറുത്തവരായി. वो है कि सभी लोगों के द्वारा जो घृणा प्राप्त किया है, എല്ലാം വെറുത്തിട്ടാണ് കർത്താവിന്റെ പിന്നാലെ ഇറങ്ങിയത്. सब कुछ छोड़कर परमेश्वर के पीछे हो गए थे। അതിനെ എല്ലാം ആമേൻ ചപ്പും ചവറും എന്ന് എണ്ണിക്കൊണ്ട് ദൈവത്തിന്റെ പിന്നാലെ ഇറങ്ങി. इसीलिए उसमें जो है वो जो कुछ भी पहले था वो सब कचरे के समाने करके उसको छोड़ के यीशु मसीह का पीछा किया। ഇന്നും പലപ്പോഴും നമ്മുടെ പ്രസംഗമെല്ലാം അതാണ്, आज भी कई बार हमारे जो है वचन वो है, പക്ഷെ നമ്മുടെ പ്രവൃത്തിയോ? लेकिन हमारा काम, ഭക്തന്മാര് വെറുത്തതിന്റെ പിന്നാലെ അല്ലേ നമ്മുടെ ഓട്ടം? वो भक्तों ने जो कुछ भी छोड़ दिया था उसके पीछे हम जा रहे हैं ना। അവർ ആരും സ്ഥാനമാനങ്ങൾ ആഗ്രഹിച്ചവരെ, कोई भी स्थान नहीं प्राप्त चाहिए उनको, അവർക്ക് ഈ ലോകത്തിന്റെ ഒരു സ്ഥാനമാനങ്ങളും ആവശ്യമില്ലായിരുന്നു. ये दुनिया कोई स्थान उनको नहीं चाहिए था। അവർക്ക് ഒരേ ഒരു ലക്ഷ്യമേ ഉണ്ടായിരുന്നു, बस एक ही लक्ष्य था, ദൈവത്തിന്റെ പ്രവൃത്തി തികയ്ക്കണം. परमेश्वर की इच्छा पूरा होना है, ദൈവത്തിന് വേണ്ടി നിൽക്കണം. परमेश्वर के लिए खड़ा होना है, ദൈവം ആഗ്രഹിക്കുന്ന പ്രകാരം മുന്നേറണം. परमेश्वर सब जो है इच्छा करते उस प्रकार होना चाहिए, അവരിൽ കൂടെ ദൈവനാമം മഹത്വം എടുക്കണം.
उनके द्वारा जो परमेश्वर के नाम की महिमा ആ होती है, ഒരൊറ്റ ലക്ഷ്യമേ അവർക്കുണ്ടായിരുന്നുള്ളൂ. यही एक ही लक्ष्य था उनका. അതുകൊണ്ട് എന്താ സംഭവിച്ചത്? इसलिए क्या हुआ, അവർക്ക് ഓട്ടം वे പൂർത്തീകരിക്കാൻ കഴിഞ്ഞു. जो है अपना जो दौड़ वो नहीं कर पाए. ആമേൻ. അവർ വിട്ടതിന്, उन्होंने जो छोड़ दिया था, അവർ വെറുത്തതിന് उन्होंने जो व्यर्थ जो है एकदम घृणा किया था, നമ്മൾ അടക്കി പിടിച്ചിട്ട് उस बातों को हम लेकर ആമേൻ മറ്റുള്ളവരോട് നമ്മൾ ഉപദേശിച്ചാൽ हम दूसरों को जाके बोलेंगे तो അതിലെന്താണ് അർത്ഥമുള്ളത്? उसमें क्या मतलब हुआ, അതിലെന്താണ് അർത്ഥമുള്ളത്? क्या मतलब हुआ. ആമേൻ. നമ്മൾ ചെയ്യേണ്ടത് हमें करना ये है कि ക്രിസ്തുവിന്റെ മാതൃക പിന്തുടരും. मसीह के जो है उस सारांश जैसे जाना है. ആ യേശു നമുക്ക് കാണിച്ചതിന് പ്രകാരം जो मसीह ने हमको दिखाया उसके अनुसार. ദൈവം മോശയോട് ഒരു കാര്യം പറഞ്ഞായിരുന്നു. यीशु मसीह जो है परमेश्वर ने मूसा से एक बात कहा था, ഞാൻ നിനക്ക് പർവ്വതത്തിൽ കാണിച്ചതിന് പ്രകാരം മാത്രം നീ ചെയ്യണം. मैं तुम्हें जो पर्वत में दिखाया उसके अनुसार ही करना चाहिए. നിന്റെ ഇഷ്ടപ്രകാരം ഒന്നും അതിൽ വ്യത്യാസം വരുത്തരുത്. हमारे मन से कुछ भी अलग नहीं करना. നിനക്ക് ചിലപ്പോ തോന്നും കുറച്ച് ഐഡിയകൾ, तुम्हें ऐसा कुछ योजनाएं आएंगे, നിന്റെ ബുദ്ധിയിൽ കുറച്ചുകൂടെ അതിനെ മാറ്റം വരുത്തണമെന്ന് തോന്നും. तुम्हारे जो है आइडिया ऐसा आएगा कि उसे बदलना है करके, ആമേൻ. നീ അതിൽ ഒരു മാറ്റവും വരുത്തണ്ട. लेकिन तुम्हें ऐसा कुछ बदलने की जरूरत नहीं ഞാൻ है. നിനക്ക് ഉണ്ടാക്കി തന്നൊരു മാതൃകയുണ്ട്. मैं तुम्हें जो है दिया हुआ एक बात है, ആമേൻ ഒരു രൂപം ഞാൻ നിനക്ക് കാണിച്ചു തന്നിട്ടുണ്ട്. एक रूप में तुम्हें दिखाया है, നീ അതുപോലെ ചെയ്താൽ മതി. वैसे ही करना है. നമുക്കറിയാം, तो हमें पता है നമ്മളൊരു ഭവനം പണിയുമ്പോൾ हम कोई घर बनाने के समय ഗവൺമെന്റിന് ഒരു പ്ലാൻ സമർപ്പിച്ചാൽ तो सरकार को हम एक प्लान देते ആ हैं, പ്ലാൻ നമുക്ക് മാറ്റാൻ പറ്റത്തില്ല. वो प्लान फिर हम बदल नहीं सकते. നമുക്ക് മാറ്റിക്കഴിഞ്ഞാൽ അവിടെ നിന്ന് പ്രശ്നം ഉണ്ടാകും. अगर हम बदलेंगे तो हमें यहाँ से समस्या होगा. നമ്മൾ ഗവൺമെന്റിന് കൊടുത്ത അതേ പ്ലാനിൽ മാത്രമേ നമുക്ക് ചെയ്യുവാൻ കഴിയൂ. हम जो सरकार को दे रहे हैं उसी योजना पे हम घर बना सकते हैं. ആമേൻ. കാരണം തമിഴ്നാട്ടിലൊരു വിഷയം ഉണ്ടായിരുന്നു. क्योंकि तमिलनाडु में ऐसे एक बात हुआ था, അവർക്ക് ലോൺ കൊടുക്കും ഫ്രീ ആയിട്ട്. उनको लोन देते हैं पहले, വീടിന്റെ ഒരു പ്ലാൻ കൊടുക്കുമ്പോൾ योजना देने के समय അവർ പറയും ഇത്ര സ്ക്വയർ ഫീറ്റിൽ ഉണ്ടാക്കണം. वे कहते हैं कि इतना स्क्वायर फीट में होना चाहिए, അതിലൊന്ന് ഒരല്പം മാറ്റം വരുത്താൻ പാടില്ല. इसमें कुछ बदलाव नहीं होना चाहिए. മാറ്റം വരുത്തിയാൽ अगर कुछ बदलाव हुआ അവർ തന്ന പൈസയുടെ ഇരട്ടി തിരിച്ചടക്കേണ്ടി तो വരും. वो जो पैसा दिया उसका दुगना ही बनाना पड़ेगा. ആമേൻ. ഗവൺമെന്റിന്റെ ഇവിടുത്തെ ഇന്ത്യൻ ഗവൺമെന്റ് അങ്ങനെ ഒരു നിയമം ഉണ്ടെങ്കിൽ यहाँ भारत के जो सरकार को एक ऐसा है तो സ്വർഗീയ ഗവൺമെന്റിന് ഒരു നിയമമുണ്ട്. स्वर्गीय सरकार को भी एक नियम है. ആ സ്വർഗീയ ഗവൺമെന്റിന്റെ നിയമം പാലിക്കുന്നവരെ वो नियम को पालन करने वालों को ആമേൻ ദൈവം എപ്പോഴും ആദരിക്കുന്നു. परमेश्वर हमेशा जो है आदर करता है. അതുകൊണ്ടാണ് യേശു പറഞ്ഞത്, यीशु मसीह ने कहा, എന്നെ സ്നേഹിക്കുന്നവർ बस प्रेम करने वाला എന്റെ കൽപ്പനകളെ പാലിക്കും. मेरे वाचा को मानेगा, അവർ അതിനെ മാറ്റത്തില്ല, वो उसे बदलेगा नहीं, അതിന് രൂപം വരുത്തത്തില്ല, उसको अलग नहीं करेगा, അവരുടെ ഇഷ്ടപ്രകാരം അതിനെ अपनी മാറ്റിയെടുക്കത്തില്ല. इच्छा के अनुसार नहीं करेंगे. അവർ ഞാൻ കാണിച്ചതിന് പ്രകാരം ചെയ്യും. वो जो मैंने दिखाया उसके अनुसार ही करेंगे. അപ്പൊ ഇവിടെ പറയുന്നത് बोला गया है നമ്മുടെ ആവശ്യങ്ങളെ हमारी इच्छा സ്തോത്രത്തോടെ धन्यवाद के साथ धन्यवाद के ദൈവഹിതത്തിനായി സമർപ്പിക്കുക. और परमेश्वर की इच्छा के लिए हम समर्पण करें. ആ ദൈവഹിതത്തിനായി ഏൽപ്പിക്കുമ്പോൾ हम जो परमेश्वर की इच्छा के लोग देने के समय അവിടെ ദൈവപ്രവൃത്തി വെളിപ്പെടുന്നത് നമുക്ക് കാണാൻ परमेश्वर കഴിയും. का इच्छा पूरा होते हम देखते हैं. പലപ്പോഴും നമ്മുടെ പ്രാർത്ഥനകൾ कई बार हमारी प्रार्थनाएं ആമേൻ നമ്മുടെ ഹിതത്തിന് വേണ്ടി മാത്രമായിരിക്കും. हमारी इच्छा के लिए होता है. യാക്കോബ് അപ്പോസ്തലൻ പറയുന്നത്, या जो है याकूब बोलता है, യാക്കോബ് 4-ാം അധ്യായം याकूब 4 അതിന്റെ ആമേൻ 3-4 വാക്യം വായിക്കുമ്പോൾ उसका 3-4 पढ़ने के समय അവിടെ യാക്കോബ് പറയുന്ന ഒരു കാര്യമുണ്ട്. वहाँ पे याकूब एक बात कहता है, നിങ്ങൾ യാചിക്കുന്നു എങ്കിലും तुम मांगते तो हो നിങ്ങളുടെ ഭോഗങ്ങൾ ചെലവിടേണ്ടതിന് വല്ലാതെ യാചിക്ക കൊണ്ടൊന്നും ലഭിക്കുന്നില്ല. लेकिन परंतु बुरी इच्छा से मांगते हो इसीलिए जो है ताकि अपने भोग विलास से उड़ा ले. അപ്പൊ നമ്മുടെ പ്രാർത്ഥന हमारा प्रार्थना ദൈവ മഹത്വം ഇല്ലാതെയാകുന്നത് കൊണ്ട് परमेश्वर की इच्छा के अनुसार नहीं है, इसीलिए പലപ്പോഴും നമുക്കതിൽ മറുപടി ലഭിക്കാതെ പോകും. कई बार हमें उसका जवाब मिलने में देरी होता है. അതാ ഞാൻ പറഞ്ഞത്, നമ്മൾ പ്രാർത്ഥിക്കുന്നതിൽ ദൈവത്തിന്റെ മഹത്വം ഉണ്ടായിരിക്കും. इसलिए हमें सोचना है कि हम प्रार्थना करते हुए परमेश्वर की इच्छा होनी चाहिए. അത് നമ്മുടെ ആവശ്യങ്ങളായിരിക്കാം, हमारी इच्छा हो सकती है, നമുക്ക് വേണ്ടി ആയിരിക്കാം, हमारे लिए हो सकता है, പക്ഷെ അതിൽ ദൈവഹിതം നമ്മൾ തിരിച്ചറിയണം. लेकिन इसे परमेश्वर का जो है इच्छा को हमें समझना है. കാരണം നമ്മൾ പ്രാർത്ഥിക്കുന്നു, क्योंकि हम जो है प्रार्थना करते हैं, നമുക്ക് പലപ്പോഴും ദൈവം മറുപടി നൽകുന്നു. कई बार जो हमें परमेश्वर इच्छा जो जवाब देते हैं അതിൽ നമ്മൾ നന്ദിയുള്ളവരാണോ? उसके लिए हम के शुक्रगुजार हैं. ദൈവത്തിന് നമ്മൾ നന്ദി പറയാറുണ്ടോ? परमेश्वर का हम शुक्रिया अदा कहते हैं. നമ്മൾ ഹോസ്പിറ്റലിൽ പോയി മരുന്ന് മേടിക്കുമ്പോൾ हम हॉस्पिटल में जाके जो है एक दवाई लेने के समय നമ്മൾ പറയും, ആ ഡോക്ടർ നല്ല ഡോക്ടർ, ആ മരുന്ന് കൊണ്ടാണ് എനിക്ക് സൗഖ്യം ലഭിച്ചത്. हम कहते हैं कि डॉक्टर अच्छे डॉक्टर है तो उनके जो है उनके द्वारा चंगाई मिला है. പ്രൈസ് ദി ലോർഡ്, ഈ ഡോക്ടറെ കാണിച്ചത് കൊണ്ടാണ് എനിക്ക് സൗഖ്യം ये ലഭിച്ചത്. डॉक्टर को दिखाई से जो चंगाई मिला है. ഞാൻ അനേകം ഡോക്ടർമാരുടെ അടുക്കൽ പോയി, बहुत से डॉक्टर के पास गया, പക്ഷെ ഈ ഡോക്ടറാണ് എനിക്ക് സൗഖ്യം നൽകിയത്. इधर ही परंतु मुझे चंगाई ഈ मिला. ഡോക്ടറുടെ മരുന്ന് നല്ല മരുന്നാണ്. या ये जो है डॉक्टर इनका जो दवाई है वो अच्छा है. അങ്ങനെ ഒരിക്കലും ഒരു സ്ത്രീ പറഞ്ഞു, ऐसे एक बार एक स्त्री ने कहा, ഞാന് 18 വർഷക്കാലം मैं 18 साल से
പല ഡോക്ടർമാരുടെ അടുക്കൽ പോകും. बहुत से डॉक्टर के पास गया. അനേക ഡോക്ടർമാരെ എന്നിൽ നിന്നും എല്ലാം അവരെടുക്കുകയായി. जो है वो डॉक्टर सब जो है मेरे से जो हो सकता है वो सब ले रहे थे. എന്റെ ജീവിതത്തിലുള്ളതെല്ലാം അവർ കവർന്നെടുത്തു. मेरे जीवन में जो कुछ भी सब कुछ ले लिया. അവസാനം ഞാനൊരു ഡോക്ടറെ അടുത്ത് പോയി. बाद में मैं आखिर में मैं एक डॉक्टर के पास गया. ആ ഡോക്ടറെ എനിക്ക് മരുന്നൊന്നും തന്നില്ല. वो डॉक्टर जो है मुझे जो है कुछ दवाई नहीं दिया. ഞാൻ ആ ഡോക്ടറുടെ വസ്ത്രം ഒന്ന് തൊട്ടതേ ഉള്ളൂ. मैंने वो डॉक्टर का जो है सिर्फ वस्त्र को छुआ. എനിക്ക് ലഭിക്കാനുള്ളത് ലഭിച്ചു. मुझे मिलने का सब कुछ मिला. എനിക്ക് എന്താണ് ആവശ്യം അത് ലഭിച്ചു. मुझे जो चाहिए था वो मिल गया. മറ്റുള്ളവരെല്ലാം എനിക്ക് മരുന്ന് തന്നു. जो है बाकी साहब सब जो है जो है वो लोग ने सिर्फ दवाई दिया. എന്നിലുള്ളതെല്ലാം അവർ കവർന്നെടുത്തു. लेकिन मुझे में जो कुछ था वो सब कुछ नहीं लिया. ഞാൻ ഇന്ന് ഒന്നുമില്ലാത്തവളായി തീർന്നിരിക്കും. बस मेरे पास कुछ नहीं है. പക്ഷെ ഈ ഡോക്ടർ, लेकिन ये जो डॉक्टर है ആ ഡോക്ടർ പോലും അറിയാതെ, वो डॉक्टर भी ना जानते हुए, ആ ഡോക്ടർ പോലും എന്നെ കണ്ടിട്ടില്ല. डॉक्टर मुझे देखा नहीं है, ആ ഡോക്ടർ എന്നെ കുറിച്ച് അറിഞ്ഞുകൂടാ. मेरे बारे में जानते भी नहीं है. പക്ഷെ ഞാൻ ചെന്നപ്പോൾ എനിക്കത് പ്രാപിക്കാനിടയായി. लेकिन मैं गई तो मुझे वो प्राप्त हुआ. അതുകൊണ്ട് അവൾ ഒളിച്ചു പോകാൻ തീരുമാനിച്ചു. इसीलिए वो जो छुप के जाने की कोशिश किया. ആരും അറിയാതെ മേടിച്ചോണ്ട് പോകാമെന്ന് വിചാരിച്ചു. किसी को भी जो है बिना जाए ये ले लेंगे करके सोचा. പക്ഷെ ഈ ഡോക്ടറുടെ ഒരു പ്രത്യേകത എന്താണെന്നറിയാമോ? डॉक्टर का जो है खासियत क्या है? ഈ ഡോക്ടർ ചെയ്യുന്നതെല്ലാം ഡോക്ടർ അറിയുന്നു. डॉक्टर के साथ जो कुछ करते हैं ഈ ഡോക്ടറിൽ നിന്ന് എന്തെങ്കിലും ലഭിച്ചാൽ ये डॉक्टर से कुछ प्राप्त होगा तो അത് ഡോക്ടർ അറിഞ്ഞാ തരുന്നത്. डॉक्टर जान के दे रहे हैं. നമ്മൾ വിചാരിക്കുന്ന ഡോക്ടർക്ക് അറിയത്തില്ല. हमें लगता है कि डॉक्टर नहीं दे रहे हैं. നമ്മൾ വിചാരിക്കുന്ന എന്താ, ഇതൊന്നും ദൈവം കണക്കിടത്തില്ല. हम सोच रहे हैं कि ये सब परमेश्वर नहीं देख रहे हैं. ഇത് ദൈവം അറിയുന്നില്ല. ये परमेश्वर नहीं जान रहे हैं. പക്ഷേ परंतु ആ സ്ത്രീ പറഞ്ഞത്, उसने कहा, അവൾ പേടിച്ച് വന്ന് പറയുക. वो एकदम डरते हुए आके कह रही है. കാരണം ഇനി എന്താണ് കൊടുക്കേണ്ടതെന്ന് അറിയത്തില്ല. क्या होगा नहीं पता क्या दे रहा है. അവിടെ പറയുന്നത് അവൾ ഭയപ്പെട്ടു എന്നാ പറയുന്നത്. वहाँ पे लिखा है कि वो डर गया था. എന്തിനാ ഭയപ്പെട്ടെന്ന് അറിയാമോ? क्यों डर गया था? കഴിഞ്ഞ നാളുകളിൽ പോയ ഡോക്ടർമാരെല്ലാം എന്നിൽ നിന്നെല്ലാം കവർന്നെടുത്തതാണ്. क्योंकि जो पिछले डॉक्टर जो आए थे वो सब मेरे से ले लिए थे. ഈ डॉक्टറിൽ നിന്ന് എനിക്ക് സൗഖ്യമാണ് ലഭിച്ചത്. डॉक्टर से मुझे जो है चंगाई मिल रहा है. അപ്പൊ ഈ ഡോക്ടർ എന്നോട് എന്താ ചോദിക്കുന്നത് എനിക്കറിയത്തില്ല. मुझसे क्या पूछेंगे नहीं पता. എനിക്ക് കൊടുക്കാൻ ഒന്നുമില്ല. देने के लिए कुछ नहीं है. അതുകൊണ്ടാണ് അവൾ ഭയപ്പെട്ടത്. इसलिए वो जो है डर गया. അവൾ ഭയപ്പെട്ട് ഇതാ യേശുവിന്റെ മുന്നിൽ വന്നിരിക്കുക. वो डर कर आगे यीशु मसीह के पास आकर खड़ी है. അവൾ പറയുക, वो कहती है, ഞാൻ ഇങ്ങനെ ആയിരുന്നു, मैं ऐसा था, എന്റെ ജീവിതം ഇങ്ങനെ ആയിരുന്നു. मेरा जीवन ऐसा था. ഞാൻ വന്ന് വസ്ത്രത്തിൽ തൊട്ടപ്പോൾ लेकिन जब ये वस्त्र आगे छुआ तो എനിക്ക് ഇവിടെ വിടുതൽ ലഭിച്ചു. मैं जो है पूरे रीति से छुटकारा पाया. ഞാൻ ആ സ്ത്രീയോട് ചോദിച്ചു, तो उससे से मैंने पूछा, നിനക്കിത് എവിടെന്നാ കിട്ടിയ? कहाँ से मिल रहा है? ഇതിനു മുമ്പ് ഒരു അത്ഭുതം നടന്നിട്ടില്ല. इससे पहले ऐसा कुछ चमत्कार हुआ नहीं. ഇതിന് ശേഷം ഇങ്ങനെ ഒരു അത്ഭുതം इसके നടന്നിട്ടില്ല. बाद ऐसा चमत्कार हुआ नहीं. പിന്നെ നിനക്ക് എങ്ങനെയാ ഈ ഐഡിയ ലഭിച്ചത്? से ये मिल रहा है. അവൾ പറഞ്ഞത്, उसने कहा, എന്റെ ജീവിത അനുഭവം എന്നെ പഠിപ്പിച്ചു. मेरे जीवन के अनुभव ने मुझे सिखाया है. എനിക്ക് പുതുതായിട്ട് എന്തെങ്കിലും ലഭിക്കണം. मुझे जो है कुछ तो नया प्राप्त करना है. ആരും ചെയ്യാത്തൊരു പ്രവൃത്തി ചെയ്യണമെന്ന്. जो है कोई नहीं किया हुआ ऐसे अवस्था देखना है. ആരും ചെയ്യാത്തത് ചെയ്ത് ഒരു പ്രത്യേക അനുഭവം എന്റെ ജീവിതത്തിൽ ഉണ്ടാകണമെന്ന് എനിക്ക് തോന്നി. तो कोई भी नहीं किया हुआ ऐसे प्रत्येक जो है मेरे जीवन में होना चाहिए करके मुझे लगा. ഇന്ന് പകൽക്കാലം എന്നെ ശ്രവിക്കുന്ന പ്രിയമുള്ളവരെ, मुझे सुनने वाले प्रिय लोगों, നിങ്ങളുടെ ജീവിതത്തിൽ तुम्हारे जीवन में ഇതുപോലൊരു അത്ഭുത പ്രവൃത്തി ചെയ്യുവാൻ ऐसा एक जो अद्भुत काम करने के लिए ദൈവം ആഗ്രഹിക്കുന്നു. परमेश्वर चाहते हैं. ആരും ചെയ്യാത്തതൊന്ന് ചെയ്യുവാൻ നിങ്ങൾ कोई ഒരുക്കമാണ്. नहीं किया वो करने के लिए क्या तुम तैयार हो? അങ്ങനെയെങ്കിൽ ആർക്കും ലഭിക്കാത്തതൊന്നും തരുവാൻ ദൈവം ഒരുക്കം. ऐसा है तो किसी को नहीं मिला हुआ देने के लिए परमेश्वर तैयार है. മറ്റുള്ളവർ ചെയ്തതല്ല, बाकी ने किया वो नहीं, കഴിഞ്ഞ നാളുകൾ അവർ ചെയ്തതല്ല, जो पिछले दिनों में किया वो नहीं, ആരും ചെയ്യാത്തതൊന്നും एकदम नहीं किया हुआ है. ഇതുവരെയും ചെയ്തിട്ടില്ല. अभी तक किसी नहीं किया. ഒന്ന് ചെയ്യുവാൻ എന്ന് താല്പര്യമുണ്ടോ? वो करने के लिए तुम्हें जो है इच्छा है. ഇന്ന് പകൽക്കാലം അതിലേക്കായി आज സമർപ്പിക്കാമോ? सुबह के लिए क्या तुम अपने आप को उसके लिए समर्पण कर ആരും सकते हैं? ചെയ്യാത്ത ഒരു കാര്യം जो कोई नहीं किया हुआ എനിക്ക് ചെയ്യണം. जो मुझे करना है. ആരും പ്രാപിക്കാത്തതൊന്ന് कोई प्राप्त नहीं किया हुआ എനിക്ക് പ്രാപിക്കണം. हमें प्राप्त करना है. എന്റെ ജീവിതം അതിലേക്കായി ഇതാ मेरा जीवन उसके लिए मैं दे रहा हूँ. ഇന്ന് പകൽക്കാലം ആര് ശ്രമിക്കും? आज सुबह के समय कौन ये कोशिश करेगा? ആർക്കും ലഭിക്കാത്തതൊന്ന്, किसी को भी नहीं मिला हुआ है. ഇന്ന് വരെ ആർക്കും ലഭിക്കാത്ത आज भी अभी तक किसी को नहीं मिला. ദൈവം തരുവാൻ ആഗ്രഹിക്കുക. परमेश्वर देने के तैयार है. നിന്നിൽ കൂടെ അത് ചെയ്തെടുക്കാൻ ദൈവം ആഗ്രഹിക്കും. द्वारा करने के लिए परमेश्वर तैयार है. നീ ഒരുക്കമെങ്കിൽ तुम अगर तैयार हो तो നിന്നിൽ കൂടെ ദൈവം അത് मेरे പ്രവർത്തിക്കും. द्वारा परमेश्वर वो काम करेंगे. ഇന്നലെ പലരും പ്രവർത്തിച്ചതുപോലെയല്ല, पिछले बार जो लोगों ने काम किया वैसा नहीं, ഇന്നലെ പലരും അനുഭവിച്ചതുപോലെയല്ല, किसी लोगों ने जो अनुभव किया वैसा नहीं, ഇതുവരെയും ആരും കണ്ടിട്ടില്ലാത്തതൊന്ന്, आज तक कोई देखा नहीं वो, ഇതുവരെയും പ്രാപിക്കാത്തതൊന്ന്, अभी तक किसी ने प्राप्त नहीं किया वैसा, അത് ആർക്കും ലഭിക്കാത്തതൊന്ന്. अब किसी को नहीं मिला वैसा है. നമ്മളെല്ലാം ഇന്നലെ ചെയ്തത് കണ്ടു ചെയ്യാൻ ആഗ്രഹിക്കുന്നു. हम सब अब तक जो देखा था वो करने के लिए कोशिश करते हैं. ഇന്ന് പകൽക്കാലം ആമേൻ ഒന്ന് മാറ്റി പിടിക്കാമോ? परंतु सुबह के समय क्या तुम बदल सकते हो? ഒന്ന് മാറ്റാമോ? तो अलग दिखा सकते हो? അവർക്ക് കൊടുത്തതല്ല, उनको दिया वो नहीं, ഇവർക്ക് കൊടുത്തതല്ല, इनको दिया वो नहीं, എനിക്ക് പ്രത്യേകമായിട്ടൊന്ന് പ്രാപിക്കണം. एक अलग बात मिलेगा. ഞാൻ ഇന്ന് പ്രത്യേകമായി ഒന്ന് ചെയ്യുവാൻ ആഗ്രഹിക്കുന്നു. मैं जो एक अलग जैसा जो
काम करना चाहता हूँ। അതിലേക്കായി ഞാൻ എന്നെ ഇതാ ദൈവകരങ്ങളിലേക്ക് इसके ഏൽപ്പിക്കുന്നു. लिए मैं अपने आप को आपके हाथों में समर्पण करता हूँ। ഇന്ന് പകൽക്കാലം ഏൽപ്പിച്ചു കൊടുക്കാമോ? क्या हम समर्पण के तैयार हैं? ഒരു നിമിഷം കണ്ണുകൾ അടയ്ക്കാം. हम अपने आंखों को बंद करें। കർത്താവെ, പുതിയതൊന്ന്, कुछ एक नया, ഇതുവരെയും ആരും ചെയ്തിട്ടില്ലാത്തത്, अभी तक किसी नहीं किया हुआ है, ഇതുവരെയും ആർക്കും ചെയ്യാൻ കഴിയാത്തത്, कोई भी अभी तक नहीं कर पाया वैसा है, ഇതുവരെയും ആരും പ്രാപിക്കാത്തതൊന്ന് अभी तक किसी ने प्रार्थना नहीं किया हुआ है, ഇന്ന് പകൽക്കാലം പ്രാപിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. आज हम जो प्राप्त करने के लिए हम प्रार्थना करते हैं। ഞങ്ങളെ യഥാസ്ഥാനപ്പെടുത്തണമേ, हमें फेर दे, ഞങ്ങളെ യഥാസ്ഥാനപ്പെടുത്തണമേ, फेर दे, എന്നെ യഥാസ്ഥാനപ്പെടുത്തണമേ. फेर दे। എന്നെ യഥാസ്ഥാനപ്പെടുത്തുമ്പോൾ मुझे फेरोगे तो എന്റെ കുടുംബം യഥാസ്ഥാനപ്പെടും. मेरा परिवार फेरेगा, എന്റെ കുടുംബം मेरा യഥാസ്ഥാനപ്പെടുമ്പോൾ परिवार फेरेगा तो എന്റെ സഭ യഥാസ്ഥാനപ്പെടും. मेरा जो कलीसिया फेरेगा, എന്റെ സഭ യഥാസ്ഥാനപ്പെടുമ്പോൾ कलीसिया फेरेगा तो എന്റെ ചുറ്റുപാട് യഥാസ്ഥാനപ്പെടും. मेरा राज्य सब कुछ फेरेगा, എന്റെ ദേശം യഥാസ്ഥാനപ്പെടും. हमारा देश फेरेगा, എന്റെ രാജ്യം हमारा യഥാസ്ഥാനപ്പെടും. राज्य फेरेगा। അതിലേക്കായി उसके लिए ഇന്ന് പകൽക്കാലം आज सुबह के समय എന്നെ ഇതാ സമർപ്പിക്കുന്നു. मैं अपने समर्पण करता हूँ। എന്നെ യഥാസ്ഥാനപ്പെടുത്തണം. मुझे फेर दे। നമുക്ക് പ്രാർത്ഥിക്കാം. हम प्रार्थना करते हैं। ഇന്ന് പകൽക്കാലം ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കാം. आज सुबह पवित्र के हाथ में समर्पण करते हैं। കർത്താവ് നമ്മെ യഥാസ്ഥാനപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നു. परमेश्वर में फेरना चाहते हैं। സ്വർഗസ്ഥ പിതാവ്, ഞങ്ങളുടെ നല്ല ദൈവമേ, स्वर्गीय पिता हमारे अच्छे परमेश्वर, ഈ നല്ല സമയത്തിനായി നന്ദി अच्छे പറയുന്നു. समय का धन्यवाद देते हैं। ഇന്ന് പകൽക്കാലം आज सुबह के समय ഞങ്ങളെ യഥാസ്ഥാനപ്പെടുത്തണം. हमें जो है वो फेर देना। ആമേൻ. ഇന്ന് പകൽക്കാലം കോരഹ പുത്രന്മാർ പ്രാർത്ഥിച്ചതുപോലെ, जैसे कोरह के पुत्र ने प्रार्थना की, जैसे അവരുടെ ജീവിതത്തെ ദൈവം മാറ്റിയെടുത്തതുപോലെ, उनके जीवन को बदलाव दिया, वैसे ഇന്ന് പകൽക്കാലം ഞങ്ങളെയും മാറ്റിയെടുക്കുവാൻ അങ്ങയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കും. आज सुबह भी जो है हमें फेरने के लिए आपके हाथ में समर्पण करते हैं। കർത്താവെ, ഇന്ന് പകൽക്കാലം പ്രാർത്ഥിക്കുന്ന എല്ലാവരെയും തിരുകരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. परमेश्वर आज हमें सभी लोगों को आपके हाथ में समर्पण करते ഈ हैं। വചനം ശ്രവിച്ച എല്ലാ പ്രിയപ്പെട്ടവരെയും തിരുകരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. जो ये वचन को सुना हुआ सभी लोगों को आपके हाथ में समर्पण करते हैं। പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. पिता पुत्र पवित्र आत्मा के नाम से अनुग्रह की प्रार्थना करते हैं। ഇന്ന് പകൽക്കാലം ഒരു വലിയൊരു വ്യത്യാസം ജീവിതത്തിൽ സംഭവിപ്പാൻ तो आज सुबह के समय जो एक अलग एक अनुभव होने के ഈ लिए ദിവസങ്ങളിൽ ये दिनों में ദൈവത്തിൽ നിന്ന് പുതിയത് പ്രാപിക്കുവാൻ परमेश्वर से कुछ नया प्राप्त करने के लिए ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. तो मनुष्य के हाथ में देकर प्रार्थना करते हैं। കർത്താവ് അനുഗ്രഹിച്ചതിനായി സ്തോത്രം. पिताएं जो अनुग्रह के धन्यवाद देते हैं, ഞങ്ങളെ ബലപ്പെടുത്തിയതിനായി तो സ്തോത്രം. बल दे धन्यवाद देते हैं। യേശു ക്രിസ്തുവിന്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ പിതാവേ, प्रभु यीशु मसीह के नाम से अनुग्रह नाम से ആമേൻ. आमीन। ആമേൻ. ഗോഡ് ബ്ലസ് യു. ദൈവം എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. परमेश्वर सबको आशीष दे।